Welcome my dear students to today's class. ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ സെറ്റ്സ് എന്നുള്ള ചാപ്റ്ററാണ്. നമ്മൾ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് 11th സ്റ്റാൻഡേർഡിലേക്ക് വന്നു. മാത്സ് ടെക്സ്റ്റ് തുറക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന ചാപ്റ്ററാണ് എന്ത്? സെറ്റ്സ് എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ ഇനി അങ്ങോട്ട് പൊതുവേ എല്ലാവർക്കും മാത്സ് ടഫാണല്ലേ? അങ്ങനെയാണ് പൊതുവേ എല്ലാവരും പറയുക. പക്ഷേ നമുക്ക് അങ്ങനെ ആവരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് വേണം? മാത്സ് കുറച്ചും കൂടെ സിമ്പിളായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് ആണ്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിനെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിളായി പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ, ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് സെറ്റ്സ്. അപ്പോൾ നമ്മൾ സെറ്റ്സിൽ ഫസ്റ്റ് എന്താണ് സെറ്റ്, അതേപോലെ തന്നെ നമ്മൾ സെറ്റിൻ്റെ ഓപ്പറേഷൻസ് പഠിക്കും. സെറ്റിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ പഠിക്കും. അതിനൊക്കെ മുന്നേ ഈ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? എന്താ നമ്മൾ പണ്ട് തൊട്ടേ പറയും, ഓ അവർ തമ്മിൽ സെറ്റാണ്, അല്ലെങ്കിൽ ഓ ആ ക്ലാസ് സെറ്റാണ്, ടീച്ചറുടെ ക്ലാസ് സെറ്റാണ് പറയും. ഓക്കെ, അപ്പോൾ അതല്ല ശരിക്കും നമ്മൾ മാത്തമാറ്റിക്കലി സെറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അതല്ല. മാത്തമാറ്റിക്കലി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്നാണ് മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ. ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റിനെയാണ് എന്ത് പറയുക? സെറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ സെറ്റിനെ പറ്റി പഠിക്കണമെങ്കിൽ കുറച്ച് നമ്മളെ നമ്പർ സിസ്റ്റത്തിനെ പറ്റിയൊക്കെ റിവൈസ് ചെയ്യണം. നമ്മളെ പഴയ നമ്പർ സിസ്റ്റം ഉണ്ടല്ലോ, നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താണ് റിയൽ നമ്പേഴ്സൊക്കെ പഠിച്ചല്ലോ. റിയൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സൊക്കെ, അങ്ങനെ കുറേ സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് സെറ്റിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മളെ ഫസ്റ്റ് നമ്പർ സിസ്റ്റത്തിലുള്ള നാച്ചുറൽ നമ്പേഴ്സ്, അതേപോലെ തന്നെ ഹോൾ നമ്പേഴ്സ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കാണാം ഇതാണ് നമ്മളെ നാച്ചുറൽ നമ്പേഴ്സ് വരിക. നാച്ചുറൽ നമ്പേഴ്സ് കഴിഞ്ഞാൽ എന്താണ്? ഹോൾ നമ്പേഴ്സ് വരും. ഹോൾ നമ്പേഴ്സ് കഴിഞ്ഞാൽ ഇൻറ്റീജേഴ്സ് വരും. ഇൻറ്റീജേഴ്സ് കഴിഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ് വരും. റാഷണലും ഇറാഷണൽ നമ്പേഴ്സിനെയാണ് പി എന്ന് പറയുക. പി വരും. അങ്ങനെ ഇത് രണ്ടും കൂടെ കൂട്ടിയ റിയൽ നമ്പേഴ്സ് വരും. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മളെ നാച്ചുറൽ നമ്പേഴ്സാണ് വരിക. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൽ എന്തൊക്കെയായിരുന്നു? നമുക്കറിയാമല്ലേ, നാച്ചുറൽ നമ്പേഴ്സിൽ 1, 2, 3, 4 ഇങ്ങനത്തെ നമ്പേഴ്സാണ് വരിക, എക്സെട്ര. ഇതാണല്ലോ നമ്മളെ നാച്ചുറൽ നമ്പേഴ്സിൽ വരിക. അടുത്തത് പിന്നെ വരുന്നത് എന്താണ്? ഹോൾ നമ്പേഴ്സ് ആണ് അല്ലേ? ഹോൾ നമ്പേഴ്സിൽ എന്താവും വരിക? ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ W വെച്ചിട്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യും. ഹോൾ നമ്പേഴ്സിൽ 0യും കൂടെ ഇൻക്ലൂഡഡ് ആണ്. 0, 1, 2, 3 എക്സെട്ര അങ്ങനെ പോവും. അടുത്തത് പിന്നെ വരുന്നത് ഇൻറ്റീജേഴ്സ് ആണ്. ഇൻറ്റീജേഴ്സിൽ എന്തൊക്കെ വരും? നെഗറ്റീവ് നമ്പേഴ്സ് വരും. നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3, -2, -1, 0, 1, 2, 3 ഇങ്ങനെയാണല്ലോ. ഇൻറ്റീജേഴ്സ് ഇങ്ങനെയാണ്. ഈ 0ൻ്റെ കൂടെ നമ്മൾ ഈ നെഗറ്റീവ് നമ്പേഴ്സിനെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇൻറ്റീജേഴ്സ് കിട്ടി. ഇൻറ്റീജേഴ്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്ത് വരും? എന്തായിരുന്നു അടുത്ത? നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചു. നമ്മൾ P/Q ഫോമിൽ വരുന്ന നമ്പേഴ്സ് അല്ലേ? P/Q ഫോമിൽ വരുന്നതാണ് എന്ത്? റാഷണൽ നമ്പേഴ്സ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും ഇൻറ്റീജേഴ്സും എല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സാണ്. കാരണം അതിനെ നമുക്ക് P/Q ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ 1 എടുത്തു. അപ്പോൾ 1നെ എങ്ങനെ എഴുതാം? 1/1 എഴുതാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 0 എടുത്തു. 0നെ 0/1 എഴുതാം. -3 എടുത്തു, അതിന് -3/1 എഴുതാം അല്ലേ? അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇതൊക്കെ ഓരോന്നും ഈ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം ഹോൾ നമ്പേഴ്സ് ആണ്. ഹോൾ നമ്പേഴ്സ് എല്ലാം ഇൻറ്റീജേഴ്സ് ആണ്. ഇൻറ്റീജേഴ്സ് എല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ് എന്നറിയാം. അപ്പോൾ ഈ റാഷണൽ നമ്പേഴ്സ് നമ്മൾ ഒരു കാര്യം കൂടെ പറയണം. എന്താണ്? P and Q must be integers. റാഷണൽ നമ്പേഴ്സ് എഴുതുമ്പോൾ ഈ ഫസ്റ്റിലെ Pയും Qയും ഇൻറ്റീജേഴ്സ് ആയിരിക്കണം. P must be എന്താണ്? P and Q must be integers and Q not equal to 0. അങ്ങനെ ഒരു സംഭവം കൂടെ വേണം. അപ്പോഴാണ് എന്താവുക? റാഷണൽ നമ്പേഴ്സ് ആവുക. റാഷണൽ നമ്പേഴ്സ് കഴിഞ്ഞാൽ പിന്നെ എന്താ വരിക? റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സ് ഞാൻ പറഞ്ഞു. അതാ P വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു. P ആണ് എന്ത്? ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഈ റാഷണൽ നമ്പേഴ്സിനെയും ഇറാഷണൽ നമ്പേഴ്സിനെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് വരിക? നമ്മളെ റിയൽ നമ്പർ സിസ്റ്റം വരിക. 6 വരിക. ഇതാണ് എന്ത്? റിയൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, റാഷണൽ പ്ലസ് ഇറാഷണൽ. ഇറാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഈ Qനെയും Pനെയും കൂടെ കൂട്ടി നമ്മൾ എന്ത് പറയും? റിയൽ നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മളെ നമ്പർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇതിൻ്റെ വേറൊരു നൊട്ടേഷനാണ്. വേറൊരു നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് കുറച്ചും കൂടെ സബ്ഡിവൈഡ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു ഇതാണ് എന്ത്? നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചു. നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചു. പിന്നെ നമ്മൾ നെക്സ്റ്റ് പഠിച്ചത് എന്താണ്? നെക്സ്റ്റ് നമ്മൾ ഇൻറ്റീജേഴ്സ് പഠിച്ചു. നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചു,
നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? ഇൻറ്റീജേഴ്സ് പഠിച്ചു. അതിൻ്റെ അടുത്തത് എന്താ? ഹോൾ നമ്പേഴ്സ് വരും. ഹോൾ നമ്പേഴ്സ് കഴിഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ്, റാഷണൽ കഴിഞ്ഞാൽ ഇറാഷണൽ. നമ്മൾ പി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. നെക്സ്റ്റ് ഇറാഷണൽ കഴിഞ്ഞാൽ എന്താണ്? റിയൽ നമ്പേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഇസെഡ് പ്ലസ് എന്ന് എഴുതി. അതെന്താണ് ഇസെഡ് പ്ലസ്? അവിടെ ഒരു പ്ലസ് സൈൻ കണ്ടോ? അതെന്തിനാണ് നമ്മൾ ഈ പ്ലസ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനെയാണ് അങ്ങനെ എടുക്കുക. പോസിറ്റീവ്, ഇവിടെ സെഡ് ആയതുകൊണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിനാണ് സെഡ് പ്ലസ് ഇടുക. ഓക്കെ, അടുത്തത് എന്താണ്? പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഈ ഇൻറ്റീജേഴ്സിൽ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലോ. നമ്മൾ നെഗറ്റീവ് -3 -2 അങ്ങനത്തെ നമ്പേഴ്സൊക്കെ വരും. പക്ഷേ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മാത്രമേ വരുള്ളൂ? 0 1 2 3 എക്സെട്ര. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 വരില്ല കേട്ടോ. 0 പോസിറ്റീവ് അല്ല. 1 2 3 എക്സെട്ര. ഇതാണ് നമ്മൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആയിട്ട് വരിക. അതേപോലെ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 വരില്ല. 0 വരാത്ത ബാക്കി എല്ലാ പോസിറ്റീവ് നമ്പേഴ്സ് എന്തിൽ വരും? പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എവിടെ വരും? ഇവിടെ വരും. റാഷണൽ നമ്പേഴ്സിൽ വരും. P/Q ഫോമാണ്. ഓക്കെ, അടുത്ത നമ്മൾ എന്താണ്? റിയൽ നമ്പേഴ്സും അതേപോലെ Q പ്ലസ് അല്ല R+ നമ്മൾ പറഞ്ഞു. R+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ്. 0 വരില്ല, നെഗറ്റീവ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് വരില്ല. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് മാത്രം വരുന്നതാണ് എന്ത്? ഇത് R+. പിന്നെ നമ്മൾ R- പറഞ്ഞു. R- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പേഴ്സിൽ 0യും പോസിറ്റീവ് നമ്പേഴ്സും ഒഴികെ ബാക്കി നെഗറ്റീവായിട്ട് വരുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതെല്ലാമാണ് എന്തിൽ വരിക? നെഗറ്റീവ് റിയൽ നമ്പേഴ്സിൽ വരിക. ഓക്കെ, ഇനിയാണ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത്? സെറ്റിനെ പറ്റി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെറ്റ് ഇസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. അപ്പോൾ വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനൊരു ഡെഫിനിഷൻ വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ് അല്ലേ? കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കോമട്ട് എഴുതും. അപ്പോൾ നമ്മൾ സാധാരണ മാത്തമാറ്റിക്കലി ഇങ്ങനെ സെറ്റിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ കേളി ബ്രാക്കറ്റിലാണ് ഇടുക. കേളി ബ്രാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതാണ് കേട്ടോ കേളി ബ്രാക്കറ്റ്. കുറേ ടൈപ്പ് ഓഫ് ബ്രാക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ സെറ്റിന് എഴുതുമ്പോൾ ഇതേപോലെ കേളി ബ്രാക്കറ്റ്സിലാണ് എന്ത് എഴുതുക? സെറ്റ് ഇടുക. അതേപോലെ നമ്മൾ കോമ ഇട്ടിട്ടാണ് എഴുതുക. സെറ്റിൽ അതിന് കുറേ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ സെറ്റ്സിൽ നമ്മളിങ്ങനെയാണ് എഴുതുക. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ദ സെറ്റ് ഓഫ് അല്ലെങ്കിൽ ദ ഗ്രൂപ്പ് ഓഫ് ടോപ്പ് ആക്ടേഴ്സ് ഇൻ ഇന്ത്യ, അങ്ങനെ പറയുകയാണ്. ഗ്രൂപ്പ് ഓഫ് ഓൾ ടോപ്പ് ആക്ടേഴ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ചിലർ പറയും ഷാരൂഖ് ഖാനാണ്, ചിലർ പറയും അമീർ ഖാനാണ് അല്ലേ? അത് നമ്മൾ ഡിഫൈൻഡ് ആണോ? അല്ല. അപ്പോൾ നമുക്കത് എന്ത് പറയാം? സെറ്റ് അല്ല എന്ന് പറയാം. അപ്പോൾ ഡിഫൈൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു നല്ല ഡെഫിനിഷൻ വേണം. അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കുകയാണ്. ഒരു 1 2 3 എന്ന് മാത്രം എടുത്തു. ഇത് ഡിഫൈൻഡ് ആണ്. കാരണം ഇതിലിപ്പോൾ എന്നോട് ചോദിക്കുകയാണ് വേറെ ഏതെങ്കിലും എലമെൻ്റ് ഉണ്ടോ, ഒരു 4 ഉണ്ടോ ചോദിച്ചു. ഇതിലില്ല. അപ്പോൾ എനിക്ക് പറയാമല്ലോ ഇത് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് വെൽ ഡിഫൈൻഡ് എന്ന് പറയാം. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ് എന്ത്? സെറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്താണ്? എക്സാമിൻ ദീസ് കളക്ഷൻസ്. ഇതെല്ലാം നമ്മൾ നോക്കുകയാണ്. ഫസ്റ്റ് വരുന്നത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. 1 3 5 7 9 ലെസ് ദാൻ 10 എന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ ലെസ് ദാൻ 10 വരുന്ന ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? 1 3 5 7 9 ആണല്ലോ. 1 3 5 7 9 ആണ് നമുക്കറിയാം. അപ്പോൾ ഞാനത് ഒന്ന് എഴുതുകയാണ്. ഫസ്റ്റ് 1 3 5 7 9. ഓക്കെ, അപ്പോൾ ഈ 1 3 5 7 9 ഇത് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണോ? അതെ, വെൽ ഡിഫൈൻഡ് ആണ്. ഇതിലിനി വേറെ ഏതെങ്കിലും ഉണ്ടോ ഇല്ലേ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു സെറ്റാണ്. അടുത്തത് ഞാൻ എഴുതാണ്. അടുത്തത് നോക്കുകയാണ് ദ റിവേഴ്സ് ഓഫ് ഇന്ത്യ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ റിവേഴ്സ് ആണ് ഉള്ളത് നമുക്ക് പറയാൻ പറ്റുമോ? വെൽ ഡിഫൈൻഡ് ആണോ ദ റിവേഴ്സ് ഓഫ് ഇന്ത്യ? പറയാൻ പറ്റില്ല. കാരണം റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വേറെ ഏത് വേണമെങ്കിലും വരാം അല്ലേ? റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള റിവേഴ്സ്, അതിൽ നമുക്ക് ഇൻക്ലൂഡഡ് അല്ലാത്ത വേറെ ഏതെങ്കിലുമൊക്കെ വന്നൂടെ? അടുത്തത് പിന്നെ എന്താണ്? നമ്മൾ റിവേഴ്സ് ഓഫ് ഇന്ത്യ പറഞ്ഞു. അപ്പോൾ അത് നോട്ട് എ സെറ്റ് ആണ്. നെക്സ്റ്റ് എന്താണ്? ദ വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് നെയിംലി AEIOU. വവൽസ് അല്ലേ? വവൽസ് നമുക്കറിയാം AEIOU മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ടോട്ടൽ 26 ഉണ്ട്. അതിൽ വവൽസ് ആയിട്ട് വരുന്നത് എന്താ? ഈ 5 മാത്രമേ ഉള്ളൂ. AEIOU മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്താണ്? വെൽ ഡിഫൈൻഡ് ആണ്. AEIOU ഞാൻ എഴുതാണ്. AEIOU. അപ്പോൾ ഇതെന്താ? സെറ്റാണ്, വെൽ ഡിഫൈൻഡ്. നെക്സ്റ്റ് എന്താ വരണേ?
വേരിയസ് കൈൻഡ്സ് ഓഫ് ട്രയാങ്കിൾസ് എത്രയോ ടൈപ്സ് ഉണ്ട് അല്ലേ? ട്രയാങ്കിൾസ് എത്രയോ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. സ്കെലീൻ ട്രയാങ്കിൾ ഉണ്ട്. സ്കെലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 3 സൈഡ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് സ്കെലീൻ എന്ന് പറയുക. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നുണ്ട്. അതെന്താണ്? 3 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുക. അതേപോലെ ഐസോസെലസ് ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ എത്ര ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട് നമുക്കറിയാം. അത് വെൽ ഡിഫൈൻഡ് ആണ്. അല്ലാതെ വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ നമുക്ക് പറയാം. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ പറയാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയുന്ന കളക്ഷൻ ആയതുകൊണ്ട് അതും എന്താണ്? ഇറ്റ്സ് ഇസ് ഓൾസോ എ സെറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സെറ്റ് ഡിഫൈൻഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന എന്താണ്? പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 210, നെയിംലി 2, 3, 5 and 7 അല്ലേ? ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് 210ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? അത് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ വെച്ച് കണ്ടുപിടിക്കാം അല്ലേ? 210 നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സ് എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ അതിലുള്ള പ്രൈം ഫാക്ടേഴ്സിനെ മാത്രമേ ചൂസ് ചെയ്യുന്നുള്ളൂ. അതാണ് എന്ത്? 2, 3, 5, 7. അപ്പോൾ അത് സെറ്റാണോ? അതെ, സെറ്റാണ്. കാരണം അത് എന്താണ്? വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 210 ഇസ് എ സെറ്റ്. നെക്സ്റ്റ്, ദ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ x² - 5x + 6 = 0. അതിവിടെ എഴുതിയിട്ടുണ്ട്. 2 and 3 ആണ് അതിൻ്റെ സൊല്യൂഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എന്ത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ രണ്ട് സൈഡിലും എന്തെങ്കിലും ടേംസ് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ സൊല്യൂഷൻസ് എടുക്കുന്ന സമയത്ത് ഇതിന് 2 സൊല്യൂഷൻസ് ആണ് വരിക. 2, 3 എന്നുള്ളതാണ് സൊല്യൂഷൻസ് വരിക. അപ്പോൾ ഇതിൽ വേറെ ഏതെങ്കിലും സൊല്യൂഷൻസ് ആയിട്ട് വരുമോ? വരില്ല അല്ലേ? വരില്ല. കാരണം എന്താ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതിന് 2 സൊല്യൂഷനേ വരുള്ളൂ. ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 സൊല്യൂഷൻസ് ആണ് വരിക നമുക്കറിയാം. അപ്പോൾ ഇതും എന്താണ്? ഇതൊരു സെറ്റാണെന്ന് കിട്ടി. നെക്സ്റ്റ് പിന്നെന്താ? ഓക്കെ, ദ ഫോളോയിങ് പോയിന്റ്സ് മേ ബി നോട്ടഡ്. എന്താണ് പോയിന്റ്സ്? ഒബ്ജക്ട്സ്, എലമെന്റ്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് എ സെറ്റ് ആർ സിനോണിമസ് ടേംസ്. ഒബ്ജക്ട്സ് എന്ന് പറയാം, എലമെന്റ്സ് എന്ന് പറയാം, മെമ്പേഴ്സ് എന്ന് പറയാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, സെറ്റ് എന്ന് പറയുമ്പോൾ സെറ്റിൽ ഒബ്ജക്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നമ്മൾ കോമ ഇട്ടിട്ടാണല്ലോ എഴുതുക. അപ്പോൾ അതിൽ ചിലപ്പോൾ എലമെന്റ്സ് ആവാം, അതുപോലെ ഒബ്ജക്ട്സ് ആവാം, മെമ്പേഴ്സ് ആവാം. നെക്സ്റ്റ് വരുന്ന സെറ്റ്സ് ആർ യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ABC, XY സെറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു സെറ്റ് എഴുതി. ഫോർ എക്സാമ്പിൾ ഞാനൊരു സെറ്റ് എഴുതാണ്. എക്സ് എന്നുള്ള സെറ്റ് എഴുതുക. എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. സെറ്റിൽ ഇൻ നമ്പേഴ്സ് മാത്രം അല്ലെങ്കിൽ ആൽഫബറ്റ്സ് മാത്രം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് സെറ്റിൽ കൊടുക്കുകയാണ്. എന്ത് കൊടുക്കുകയാണ്? ഞാൻ മോഹൻലാലിന് കൊടുത്തു. അപ്പോൾ മമ്മൂക്ക ഫാൻസ് തെറ്റുമല്ലോ. അപ്പോൾ ഞാൻ മമ്മൂട്ടി ഇതും കൊടുത്തു. ഓക്കെ, മമ്മൂക്കാന്ന് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ വേറെയും കൊടുക്കാം. വേണമെങ്കിൽ ഞാനൊരു എന്താ പറയുക, ഒരു 1, 2 ഇതും കൊടുത്തു. ഇതൊരു സെറ്റാണ്. കാരണം ഇത് വെൽ ഡിഫൈൻഡാണ്. കാരണം ഇതിൽ എന്തുണ്ട് ഇല്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും നോക്കിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ സെറ്റ്. ഈക്വൽ ടു ആണ്. ഓക്കെ, അപ്പോൾ സെറ്റ് നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുക? നമ്മളെ എന്താണ്? ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടേ സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഇത് ക്യാപിറ്റൽ ആണ് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആണ്. സ്മോൾ ലെറ്റർ ഇടാൻ പാടില്ല. അതേപോലെ ഒരു ABC ഇങ്ങനെയൊന്നും എഴുതാൻ പാടില്ല. നമ്മൾ സെറ്റ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അടുത്തത് എന്താ? അടുത്ത പ്രോപ്പർട്ടി, ദ എലമെന്റ്സ് ഓഫ് എ സെറ്റ് ആർ റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റേഴ്സ് ABC, XY സെറ്റ്. എലമെന്റ്സ് നമ്മൾ എന്ത് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക? സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ഈ സെറ്റിൻ്റെ ഉള്ളിലുള്ള എലമെന്റ്സ്. ആ എലമെന്റ്സ് ആണ് എന്ത്? ABC, XY സെറ്റ് എന്നാണ് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ എലമെന്റ്സിന് നമ്മൾ സ്മോൾ ലെറ്റേഴ്സും അതേപോലെ സെറ്റിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സും വെച്ചിട്ടാണ് എഴുതുക. അപ്പോൾ ഇതാണ് കുറച്ച് പ്രോപ്പർട്ടികൾ സെറ്റിൻ്റെ. അപ്പോൾ സെറ്റ് ശരിക്കും എഴുതുമ്പോൾ കോമ ഇട്ടിട്ടാണ് ചെയ്യുക. പിന്നെ അതേപോലെ ഒരു പ്രോപ്പർട്ടിയും കൂടെ സെറ്റിനുണ്ട്. ഇപ്പോൾ ഈ സെറ്റിൽ ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് വിചാരിച്ചോ, ABC എന്ന് എഴുതി. ഇതിൽ ഇങ്ങനെ എഴുതാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലമെൻറ്റ് ഒരു സെറ്റിൽ ഒറ്റ വട്ടേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ABCX ഇത് സെറ്റായിട്ട് എഴുതാം. ഈ നൊട്ടേഷൻ തെറ്റാണ്. കാരണം ഞാൻ 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു സെറ്റിൽ ഒരു എലമെൻറ്റ് ഒരു വട്ടം എഴുതിയാൽ മതി. ഓക്കെ, കോമ ഇട്ടിട്ടാണല്ലോ എഴുതുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കോമ ഇട്ടിട്ട് ഒരു വട്ടം എഴുതുന്നതാണ് നമ്മളെ സെറ്റ്. നെക്സ്റ്റ് എന്താ വരുന്നത്? ഓക്കെ, സെറ്റിന് നമുക്ക് 2 ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് റോസ്റ്റർ ഫോമും അതേപോലെ തന്നെ സെറ്റ് ബിൽഡർ ഫോമും ആണ്. നമ്മളെ സെറ്റിനെ നമുക്ക് 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റത്തെ സംഭവം റോസ്റ്റർ ഫോം. അതേപോലെ റോസ്റ്റർ ഫോമിൽ എന്താണെന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഇതേപോലെ സെറ്റ് ബിൽഡർ ഫോമും പഠിക്കും. അപ്പോൾ ഈ റോസ്റ്റർ ഫോം എന്നുള്ളത് എങ്ങനെയാണ് പെട്ടെന്ന് പഠിക്കുക? റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സെറ്റിൻ്റെ കോമ ഇട്ടിട്ട് എഴുതുന്നതിനാണ് റോസ്റ്റർ ഫോം എന്ന് എഴുതുക. സംഭവം ഈ റോസ്റ്റർ ഫോം എന്നുള്ളത് കുറച്ച് നല്ല ആളും അതേപോലെ സെറ്റ് ബിൽഡർ ഫോം എന്നുള്ളത് കുറച്ച് മടിയനുമാണ്. അപ്പോൾ ഈ റോസ്റ്റർ ഫോമിന് ഞാൻ ഇത് റോസ്റ്റർ ഫോമിൻ്റെ എക്സാമ്പിൾസ് ആണ്. സെറ്റ് ബിൽഡർ ഫോം ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഞാൻ റോസ്റ്റർ ഫോം പറയാം.
റോസ്റ്റർ ഫോമിൽ ഞാൻ പറഞ്ഞല്ലോ 1 2 3. ഓക്കെ, ഇതാണ് നമ്മൾ റോസ്റ്റർ ഫോം വരിക. കാരണം എന്താ, ഞാൻ ഇതേപോലെ കോമ ഇട്ടിട്ടാണ് എഴുതിയത്. കോമ ഇട്ടിട്ട് എഴുതി കഴിഞ്ഞു, റോസ്റ്റർ ഫോം കിട്ടി. അടുത്തത് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറേ എഴുതണ്ടേ. അപ്പോൾ സിമ്പിൾ, ഇപ്പം ഞാനിങ്ങനെ പറയാണ് സെറ്റ് ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുകയാണ്. സെറ്റ് ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കോമ ഇട്ടിട്ട് എഴുതുകയാണെങ്കിൽ എത്ര എഴുതണം? സെറ്റ് ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 3 5 6 ഇങ്ങനെ 1 3 5 7 ഇങ്ങനെ വരുമല്ലോ, ഇങ്ങനെ കുറേ പോവുമല്ലോ. ഇതാണ് എന്ത്, നമ്മൾ റോസ്റ്റർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക. പക്ഷേ നമ്മളെ സെറ്റ് ബിൽഡർ ഫോമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല. സെറ്റ് ബിൽഡർ ഫോമിൽ കുറച്ചും കൂടെ മടിയന്മാരാണല്ലോ. മടിയന്മാർ പിന്നെ എന്ത് ചെയ്യും, കുറച്ചും കൂടെ ഷോർട്ടാക്കാനേ നോക്കുള്ളൂ. ഇത് മുഴുവൻ ഇങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ, എത്ര എഴുതണം, എത്രയോ ഉണ്ട്. അപ്പോൾ നമ്മളത് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ അങ്ങനെ ഷോർട്ടാക്കിയിട്ട് എഴുതും. അപ്പോൾ അങ്ങനെ എഴുതുകയാണെങ്കിൽ ഇവിടെ ഞാൻ പറയുകയാണ്, ഓക്കെ, സെറ്റ് ബിൽഡർ ഫോമിൽ ഇങ്ങനെ പറയാം. ഈ സെറ്റ് നോക്കിയേ, ഇവിടെ എന്താണ് എക്സ് എന്നുള്ളത്, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. ഇതാണ് എന്ത് ഫോം? ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതുന്നതാണ് സെറ്റ് ബിൽഡർ ഫോം. ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റുമല്ലോ, ഇപ്പോൾ നമ്മൾ 3നേക്കാളും കൂടിയ നാച്ചുറൽ നമ്പർ ആയിരിക്കണം, അതേപോലെ തന്നെ അത് 10നേക്കാളും കുറഞ്ഞ നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അപ്പോൾ നമ്മളെ നാച്ചുറൽ നമ്പേഴ്സ് എന്താ വരിക? 4, ഓക്കെ പറഞ്ഞോളൂ, 4 5 6 7 8 9. ഇതല്ലേ വരും, ഇതാണ് ഈ സെറ്റ്. ഇത് നമ്മളെ റോസ്റ്റർ ഫോമാണ്. ഇത് നമ്മളെ റോസ്റ്റർ ഫോമാണ്. ഇത് റോസ്റ്റർ ഫോമാണ്. റോസ്റ്റർ ഫോമിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഫോമിലും എഴുതാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് തന്നെയാണ്. സെറ്റ് ചെയ്യുകയാണ് എന്ത്, എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 എന്നുള്ള ഇത് സെറ്റ് ബിൽഡർ ഫോമും ഇത് അതിൻ്റെ റോസ്റ്റർ ഫോമുമാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമും റോസ്റ്റർ ഫോമും പഠിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മളെ സെറ്റിലുള്ള നൊട്ടേഷൻസ് ആണ്. അപ്പോൾ നൊട്ടേഷൻസ് എങ്ങനെയാണ്? നൊട്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ എന്താണ് നൊട്ടേഷൻസ്, നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നൊട്ടേറ്റ് ചെയ്തു, നമ്മൾ റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ ക്യൂ വെച്ചിട്ട് നൊട്ടേറ്റ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ റിയൽ നമ്പേഴ്സിനെ നമ്മൾ 6 വെച്ച് നൊട്ടേറ്റ് ചെയ്തു. അതുപോലെ നമ്മൾ ഈ സെറ്റിനെ നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്, ബിലോങ്സ് ടു എ. എ ബിലോങ്സ് ടു എ, എ ബിലോങ്സ് ടു എ. അപ്പോൾ അതിന് വേണ്ടി ഒരു സിമ്പൽ ഉണ്ട്. ആ സിമ്പലാണ് എന്ത്, എപ്സിലോൺ. ഇതിനെന്താ പറയുക? എപ്സിലോൺ. ഓക്കെ, അപ്പോൾ ഈ എപ്സിലോൺ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരു സെറ്റ് ഞാൻ എടുത്തു. നമ്മളെ പഴയ സെറ്റ് എന്തായിരുന്നു? മോഹൻലാലായിരുന്നു അല്ലേ, മോഹൻലാൽ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ സെറ്റിലെ എലമെൻറ്റ്സ് ഏത് ഓർഡറിൽ എഴുതിയാലും പ്രശ്നമില്ല കേട്ടോ. നമ്മളെ സെറ്റിലുള്ള എലമെൻറ്റ്സിനെ നമുക്ക് ഫസ്റ്റ് വേണമെങ്കിൽ ഞാൻ മമ്മൂട്ടിന്ന് എഴുതാം, കുഴപ്പമില്ല. അതേപോലെ എന്തായിരുന്നു, 1 2 എന്നുള്ളതായിരുന്നു അല്ലേ നമ്മളെ സെറ്റ്. ഇതന്നെയാണ് എന്ത്, ഞാൻ ആദ്യം 1 എഴുതി, പിന്നെ ഞാൻ മോഹൻലാൽ എഴുതി, പിന്നെ ഞാൻ എന്ത് എഴുതി, മമ്മൂക്ക എഴുതി, പിന്നെ ഞാൻ 2 എഴുതി. അപ്പോൾ ഇത് രണ്ടും സെയിമാ, അത് ഓർഡർ മാറിച്ചിട്ട് പ്രശ്നമില്ല. സെറ്റിൽ നമുക്ക് ഓർഡർ മാറ്റാം, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ എപ്സിലോൺ പറഞ്ഞു. എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ബിലോങ്സ് ടു എന്ന് പറയാനുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എന്തെഴുതി, ഇവിടെ ഞാൻ ഒരു പൃഥ്വിരാജ് എഴുതി. ഓക്കെ, പൃഥ്വിരാജ് എഴുതി. അത് ഈ സെറ്റിലുണ്ടോ? സെറ്റ് എയിലുണ്ടോ? ഇല്ല. ഓക്കെ, അടുത്തത് ഞാൻ എന്തെഴുതി, 2 എഴുതി. 2 എന്നുള്ളത് ആ സെറ്റിലുണ്ട് അല്ലേ, നമുക്കറിയാം 2. അപ്പോൾ 2 എന്നുള്ളത് സെറ്റിലുണ്ട്. അപ്പോൾ നമ്മൾ എന്തെഴുതും, 2 ബിലോങ്സ് ടു എ എന്ന് എഴുതും. 2 ബിലോങ്സ് ടു എ എന്ന് എഴുതും. അതിനെയാണ് എന്ത് യൂസ് ചെയ്യുക, എപ്സിലോൺ സിമ്പിൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് സെറ്റിലില്ല എന്നറിയാം. അപ്പോൾ എന്ത് ചെയ്യും, ഡസ് നോട്ട് ബിലോങ്സ് ടു എ എന്ന് എഴുതും. ഇതാണ് നമ്മളെ ഡസ് നോട്ട് ബിലോങ്സ് ടു സിമ്പിൾ. ഇങ്ങനെ എഴുതുന്നതിനെയാണ് എന്ത് പറയുക, ഇതാണ് എപ്സിലോൺ. ഈ സംഭവമാണ് എപ്സിലോൺ. അതേപോലെ തന്നെ ഇതാണ് എന്ത്, ഡസ് നോട്ട് ബിലോങ്സ് ടു, ഇത് ബിലോങ്സ് ടു. ഈ എപ്സിലോൺ നമ്മൾ യൂസ് ചെയ്യുക എന്തിനാണ്, എ ബിലോങ്സ് ടു എ എന്നുള്ളത് നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, എപ്സിലോൺ യൂസ് ചെയ്യുക. ഡസ് നോട്ട് ബിലോങ്സ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് യൂസ് ചെയ്യും, ഇത് യൂസ് ചെയ്യും. ഡസ് നോട്ട് ബിലോങ്സ് ടു എന്നുള്ളത് യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്, ഇവിടെ വി എന്നുള്ളത് വൗവൽസ് ആണ്. പക്ഷേ വൗവൽസിൽ വി എന്നുള്ള നമ്മൾ സെറ്റ് ഓഫ് വൗവൽസ് ആണ്. അവിടെ എ ഉണ്ട് നമുക്കറിയാം. അപ്പോൾ എ ബിലോങ്സ് ടു വി എന്ന് എഴുതി. നെക്സ്റ്റ് നമ്മളൊരു ബി എടുത്തു. ബി എന്നുള്ളത് വൗവൽസ് ആണ്, വൗവൽസ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ബി ഡസ് നോട്ട് ബിലോങ്സ് ടു വി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് നൊട്ടേഷൻസ് യൂസ് ചെയ്യുക.
ഓക്കെ, അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കണേ. റൈറ്റ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 ഇൻ റോസ്റ്റർ ഫോം. ഇതിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതണം. അപ്പോൾ നമുക്കറിയാം എന്താണ് റോസ്റ്റർ ഫോം. നമ്മൾ കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കോമ ഇട്ടിട്ട് എഴുതുന്നതാണ് റോസ്റ്റർ ഫോം. അപ്പോൾ അതുപോലെ നമ്മൾ ആദ്യം ഇതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം, എന്നിട്ട് അത് എന്ത് എഴുതണം, റോസ്റ്റർ ഫോമിൽ എഴുതണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻസ് നോക്കാം. സൊല്യൂഷൻസ് എന്താ വരിക? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോൾ ഇതെങ്ങനെയായിരുന്നു സൊല്യൂഷൻസ് കണ്ടുപിടിച്ചിരുന്നത്? നമ്മൾ 2 × 1 2 ആണെന്ന് അറിയാം അല്ലേ, അതേപോലെ -2. അപ്പോൾ എന്തോ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -2 കിട്ടണം, അത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ +2 കിട്ടണം, 1 കിട്ടണം. അപ്പോൾ അതേപോലെ തന്നെ എന്തായിരുന്നു, A × B ചെയ്യുമ്പോൾ നമുക്ക് -2 കിട്ടണം, അതേപോലെ A + B ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, 1 കിട്ടണം. ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ അത് 1 അല്ലോ, അങ്ങനെ 1 കിട്ടണം. അങ്ങനെയാണ് നമ്മളിതിൻ്റെ പണ്ട് തൊട്ടേ നമ്മൾ അങ്ങനെയാണല്ലോ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ A × B -2 കിട്ടണമെങ്കിൽ നമ്മൾ എന്താ 2 × 1 ചെയ്ത് നമുക്കറിയാം. 2 × 1 ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. -2 × 1 ചെയ്ത് കഴിഞ്ഞാൽ -2 ആയിരിക്കും. അതേപോലെ തന്നെ 1 × -2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, -2 കിട്ടും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ A + B = 1 എന്ന് കിട്ടണം. അപ്പോൾ A + B 1 കിട്ടണത് എവിടെയാണ്? ഇതിലാണോ? ഇതിലല്ല അല്ലേ, ഇതിലാണ് കിട്ടുക. അപ്പോൾ നമുക്ക് 1 × -2 ചെയ്യുമ്പോൾ -2 കിട്ടി. അതേപോലെ -1 × 2 ചെയ്യുമ്പോൾ -2 കിട്ടി. അതേപോലെ തന്നെ -1 + 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടി, 1 കിട്ടി. അപ്പോൾ ഇങ്ങനത്തെ ഈ രണ്ട് നമ്പേഴ്സാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ A എന്തായിരുന്നു, A എന്നുള്ളത് -1ഉം B എന്നുള്ളത് 2 ആണ്. ഇങ്ങനെയാണ് നമ്മൾ എയും ബിയും കണ്ടുപിടിക്കുക. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും, 2x - x -2 ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇവിടെ 2 കിട്ടിയത് എങ്ങനെയായിരുന്നു, ഞാൻ എയും ബിയും ഇങ്ങനെ ചൂസ് ചെയ്തു, സച്ച് ദാറ്റ് ഇത് A × B -2 ആയിരിക്കണം, A + B 1 ആയിരിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്ത രണ്ട് നമ്പേഴ്സിനെ ഇവിടെ ഈ എക്സിന് പകരം ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി, x² + 2x - x -2 ഈക്വൽ ടു 0. ഇതിന്ന് ഞാൻ എക്സ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്ത് കിട്ടും, x + 2 കിട്ടും അല്ലേ. ഇവിടെ എന്താണ് കോമൺ ഉള്ളത്, -1 കോമൺ ആണ്, ഞാൻ -1 പുറത്തേക്ക് എടുത്തു. അപ്പോൾ x + 2 കിട്ടും ഈക്വൽ ടു 0. ഇതിന്ന് എനിക്ക് എന്ത് കോമൺ എടുക്കാം, ഈ x + 2 കോമൺ എടുക്കാം അല്ലേ. x + 2 കോമൺ എടുത്താൽ എന്ത് വരും, x + 2 × x - 1 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കിട്ടി x = -2 ഓർ x = 1. ഇതാണ് നമ്മളെ സൊല്യൂഷൻസ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഒറ്റയടി ഇത്രയും കാര്യങ്ങൾ ചെയ്യാതെ ഇവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റും, ഈ സൊല്യൂഷൻസില്ലേ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ എയും ബിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മൾ എ ഇതാണ് ബി ഇതാണെന്നുണ്ടെങ്കിൽ ഇതിനെ നെഗറ്റീവ് എടുക്കുക മൊത്തം. അപ്പോൾ ഇത് 1ഉം -2 ആവുമല്ലോ, അതായിരിക്കും നമ്മളെ സൊല്യൂഷൻസ് അല്ലേ. നമ്മളെ സൊല്യൂഷൻസ് അതല്ലേ വന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ പെട്ടെന്ന് സൊല്യൂഷൻസ് കാണാനുള്ള ഒരു മെത്തേഡാണ്. നമ്മളിങ്ങനെ രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കുക, ആ നമ്പേഴ്സിൻ്റെ നെഗറ്റീവ് എടുക്കുക, അപ്പോൾ നമ്മളെ സൊല്യൂഷൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്താ പറഞ്ഞത്, റൈറ്റ് ദ സൊല്യൂഷൻസ് ഇൻ റോസ്റ്റർ ഫോം എന്നാണ് പറഞ്ഞത്. റോസ്റ്റർ ഫോമിലേക്ക് മാറ്റി എഴുതണം. റോസ്റ്റർ ഫോമിൽ മാറ്റി എഴുതണമെങ്കിൽ എങ്ങനെയായിരിക്കും, 2ഉം -2ഉം 1ഉം ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ആൻസർ സെറ്റ്. ഓക്കെ, അപ്പോൾ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഇൻ റോസ്റ്റർ ഫോം ഇങ്ങനെയാണ് വരിക. നെക്സ്റ്റ് എന്താണ്, റൈറ്റ് ദ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് x² < 40 ഇൻ ദ റോസ്റ്റർ ഫോം അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് എന്ത്, പോസിറ്റീവ് ഇൻറ്റീജർ എന്താണെന്നൊക്കെ പഠിച്ചു അല്ലേ. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്തായിരുന്നു, പോസിറ്റീവ് ഇൻറ്റീജേഴ്സിനെ ഞാൻ എന്ത് വെച്ചിട്ടായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തത്, പോസിറ്റീവ് ഇൻറ്റീജേഴ്സിനെ ഞാൻ Z+ വെച്ചിട്ടായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തത് അല്ലേ. പോസിറ്റീവ് ഇൻറ്റീജർ Z+ ആയിരുന്നു. അപ്പോൾ Z+, x ബിലോങ്സ് ടു Z+ ആയിരിക്കണം അല്ലേ. x is a positive integer and x² < 40. ഇതായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ Z+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5 6 അങ്ങനെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതാണ് നമ്മളെ സൊല്യൂഷൻസ്. സൊല്യൂഷൻസ് ആവാൻ സാധ്യതയുള്ള എക്സുകളാണ് അതൊക്കെ. എവിടം വരെ, അതിൻ്റെ x² < 40 ആയിരിക്കണം. അങ്ങനെയും കൂടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ x ബിലോങ്സ് ടു Z+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകൾ ഏതൊക്കെയാണ്, x ബിലോങ്സ് ടു Z+, 1 2 3 4 5 എക്സെട്ര എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും. അതേപോലെ x² < 40. അപ്പോൾ ഈ x² നമ്മൾ എഴുതി നോക്കണം. x² എഴുതി നോക്കാം. ഈ 1ൻ്റെ സ്ക്വയർ എന്തായിരുന്നു, 1, 2ൻ്റെ സ്ക്വയർ 4, 3 9, അതേപോലെ 4ൻ്റെ 16,
5 25, 6 36, 7 49, 8 64 ഇങ്ങനെ പോവില്ലേ. അപ്പോൾ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് ഇതാണ്. അപ്പോൾ ഇനി ഇതിൽ രണ്ടിലും കോമൺ ഉള്ള നമ്പേഴ്സ് ഏതാണെന്ന് നോക്കണം. ആൻഡ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ നമ്മൾ ആൻഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻഡ് എന്ന് പറയുമ്പം ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുക. അപ്പോൾ അതെന്താ വരിക പറഞ്ഞോ? 1 ഉണ്ട് അല്ലേ, 1 എഴുതാം. 4 ഉണ്ടോ? 4 ഉണ്ട്. അടുത്തെന്താ 9 ഇവിടെ ഉണ്ട്. 1 2 3 4 5 6 ഇങ്ങനെ പോവാണല്ലോ. അങ്ങനെ 16 ഉണ്ടാവും, 25 ഉണ്ടാവും, 36 ഉണ്ടാവും, 49 ഉണ്ടാവുമോ? 49 ഉണ്ടാവുമോ? ഇല്ല. എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 എന്നല്ലേ പറഞ്ഞത്. എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 എന്ന് പറയുമ്പോൾ ഇത് വരില്ല. സോറി, എക്സ് സ്ക്വയർ ലെസ് ദാൻ 40ൽ 36 വരെ വരുള്ളൂ. അപ്പോൾ ഈ എക്സ് സ്ക്വയർ ആണ് ഞാൻ ഈ എഴുതിയിട്ടുള്ളത്. എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 അല്ല. അപ്പോൾ എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 എന്നുള്ള കണ്ടീഷൻസും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇത്രേ വരുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെന്ത് റൈറ്റ് ദ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 ഇൻ റോസ്റ്റർ ഫോം. ഇത്രേ വരുള്ളൂ. ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് വരാൻ പോകണം എക്സാമ്പിൾ 3 ആണ്. എക്സാമ്പിൾ 3ൽ നമ്മൾ സെറ്റ് എ തന്നിട്ടുണ്ട്. സെറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 4 9 16 25 എക്സെട്ര. ഇതാണ് നമ്മളെ സെറ്റ്. ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതണം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാവപ്പെട്ട ആൾക്കാരാണ്, അവർക്കിങ്ങനെ എല്ലാം ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. സെറ്റ് ബിൽഡർ ഫോം എന്താണ്? മടിയന്മാരാണ്. സെറ്റ് ബിൽഡർ ഫോം മടിയന്മാരാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഒറ്റ സെൻറ്റൻസിലാക്കണം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 25 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താ വരിക? അടുത്തത് 6 സ്ക്വയർ വരും അല്ലേ, 36. അങ്ങനെ പോകും. അപ്പോൾ ഇത് 1 സ്ക്വയർ ആണ്, ഇത് 2 സ്ക്വയർ ആണ്, ഇത് 3 സ്ക്വയർ ആണ്. ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവണം കേട്ടോ. ഇതെന്താണ് നമുക്കിങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവണം. ഇത് ഇങ്ങനെ അടുത്തത് അതേപോലെ തന്നെ ഇത് 4 സ്ക്വയർ ആണ്. എന്ത് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ ഇനി സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ എന്താക്കണം? എന്താ ഞാൻ പറഞ്ഞത്? നമ്മൾ ഒരു സെൻറ്റൻസിൽ എഴുതണം. അപ്പോൾ സാധാരണ സെറ്റ് ബിൽഡർ ഫോം എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, അങ്ങനെയല്ലേ എഴുതുക? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്താണ് സംഭവം എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ ഇത് എക്സ് ആണോ എക്സ് സ്ക്വയർ ആണോ? എക്സ് സ്ക്വയർ ആണ് അല്ലേ. എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്ക്വയർ ആണ്. അടുത്തത് എക്സ് ഞാൻ 2 എടുത്തു, അപ്പോൾ 2 സ്ക്വയർ ആണ് എടുത്തത്. അടുത്തത് 3 ആണ് എടുത്തത്, അപ്പോൾ 3 സ്ക്വയർ ആണ് എടുത്തത്. അപ്പോൾ ഇവിടെ സെറ്റ് ഓഫ് ഓൾ എക്സ് എന്നല്ല, സെറ്റ് ഓഫ് ഓൾ എക്സ് സ്ക്വയർ എന്നാണ് വരിക. സെറ്റ് ഓഫ് ഓൾ എക്സ് സ്ക്വയർ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ. എക്സ് ബിലോങ്സ് ടു എൻ ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? സെറ്റ് ഓഫ് ഓൾ എക്സ് സ്ക്വയർ സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ എന്ന് എഴുതാൻ പറ്റും അല്ലേ. നാച്ചുറൽ നമ്പറാണിത്. അപ്പോൾ ഇതൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം എന്ത് പഠിച്ചത്? നമ്മളെ നമ്പർ സിസ്റ്റം പഠിച്ചത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതാണ് നമ്മളെ സെറ്റ് ബിൽഡർ ഫോം ഓഫ് ദിസ് സെറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് നോക്കൂ. അടുത്തത് ഈ എക്സാമ്പിളാണ്. ഈ എക്സാമ്പിളിൽ ഇതൊരു എന്താ പറയുക, ഇതൊരു ഫൈനൈറ്റ് സെറ്റാണ് അല്ലേ. അപ്പോൾ എന്താണ് ഈ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെറ്റിൽ കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് എന്നല്ല അർത്ഥം. പക്ഷേ ഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് നമ്പർ നമുക്കിങ്ങനെ കൗണ്ട് ചെയ്തിട്ട് എണ്ണി തിട്ടപ്പെടുത്തി ഇങ്ങനെ സെറ്റാക്കി വെക്കാൻ പറ്റുന്നതിനാണ് ഫൈനൈറ്റ് എന്ന് പറയുക. മീൻസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ല, പക്ഷെ നമുക്കിങ്ങനെ കൗണ്ട് ചെയ്ത് ഒന്ന് സെറ്റാക്കി വെക്കാൻ പറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുക. അപ്പോൾ ഇതിൽ എത്ര എലമെൻറ്റ്സ് ആണ് നമുക്ക് കൗണ്ട് ചെയ്യാം അല്ലേ? 1 2 3 4 5 6 എന്ന് പറയാൻ പറ്റും. 6 നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. സോ ദിസ് ഇസ് എന്ത് കൈൻഡ് ഓഫ് സെറ്റാണ്? ഇതൊരു ഫൈനൈറ്റ് സെറ്റാണ്. നമ്മൾ പഠിക്കും കേട്ടോ, എന്താണെന്നുള്ളതൊക്കെ ശരിക്കും പഠിക്കും. അപ്പോൾ ഇതെന്തായിരുന്നു? ഇത് ഇൻഫൈനൈറ്റ്. ഇവിടെ ഉണ്ടോ 3 ഡോട്ട് ഉണ്ട്. അപ്പോൾ ഇതെന്താ ശരിക്കും? ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഫൈനൈറ്റ് സെറ്റിനെ എന്താക്കി എഴുതണം? നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റി എഴുതണം. സെറ്റ് ബിൽഡർ ഫോമിൽ മാറ്റി എഴുതണമെങ്കിൽ മറ്റേ ഒരു ലൈനിൽ മാറ്റി എഴുതണമല്ലോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇത് ഒരു 1/2 എന്നല്ലേ. അപ്പോൾ ഇതെന്താണ്? ന്യൂമറേറ്റർ മുകളിലത്തെ നമ്പർ, ഡിനോമിനേറ്റർ താഴത്തെ നമ്പർ. അപ്പോൾ മുകളിലത്തെ നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഡിനോമിനേറ്റർ കിട്ടിയത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 1ൻ്റെ കൂടെ ഒരു നമ്പർ 1ഉം കൂടെ ആഡ് ചെയ്താൽ മതി. അടുത്തത് എന്താണ്? 2ൻ്റെ കൂടെ ഒരു +1 ചെയ്തു, അപ്പോൾ 3 കിട്ടി. 3ൻ്റെ കൂടെ +1, അടുത്ത 4 കിട്ടി. അങ്ങനെ കിട്ടി. അപ്പോൾ ഇവിടെ എന്ത് പറയാൻ പറ്റും? n ഡിവൈഡഡ് ബൈ n+1 സച്ച് ദാറ്റ് എന്താണ്? n എവിടെയാണ് നോക്കണം? n 1 തൊട്ട് 6 വരെയല്ലേ ഉള്ളത്. 7 ഉണ്ടോ? 7 ഇല്ല. ഇവിടെ n/n+1 ആണ്. അപ്പോൾ 7 ഉണ്ടെന്നുണ്ടെങ്കിൽ 7/7+1 8, 7/8 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്തില്ല?
7/8 ഇല്ല. അപ്പോൾ 6 വരെയാണ് എന്നിൻ്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ പറയണ്ടേ? എന്നിനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 ലെസ് ദാൻ എന്നുള്ള രീതിയിലാണ് പറയാം. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള രീതിയിലാണ് പറയാം. അപ്പോൾ എങ്ങനെയാണ് വരിക? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്നല്ലേ വരിക? അങ്ങനെയാണ്. പിന്നെ നമ്മൾ അടുത്ത് നോക്കണം ഈ n ഏത് സെറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന്, ഏത് നമ്പർ സിസ്റ്റത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നും നമ്മൾ പറയണം. കാരണം ഈ n നമുക്ക് ഇൻറ്റീജേഴ്സിന് എടുക്കാം അല്ലേ? ഇൻറ്റീജേഴ്സിന് എടുക്കാം, റാഷണൽ നമ്പേഴ്സിന് എടുക്കാം, അതേപോലെ റിയൽ നമ്പേഴ്സിന് എടുക്കാം. അപ്പോൾ എന്തെന്ന് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇവിടെ ശരിക്കും നോക്ക്, ഇവിടെ ഫസ്റ്റ് 1 2 3 4 5 6 ആണുള്ളത്. ഇതെല്ലാം നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? നമ്മൾ 1 തൊട്ടല്ലേ തുടങ്ങുന്നത്. അപ്പോൾ അത് നാച്ചുറൽ നമ്പേഴ്സ് എന്നാണെന്ന് അത് സ്പെസിഫൈ ചെയ്യണം. ആൻഡ് എന്ന് പറഞ്ഞിട്ട് അതും കൂടെ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? ആൻഡ് എന്ന് പറയുമ്പോൾ ഏത് നമ്പർ സിസ്റ്റത്തിൽ നിന്നാണെന്നുള്ളതും കൂടെ നമ്മൾ പറയണം. അപ്പോൾ ആൻഡ് എന്താണ്? n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ്, ഇതും കൂടെ വേണം. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് സെറ്റ് ബിൽഡർ ഫോം ഓഫ് ദിസ് സെറ്റ്. അടുത്തത് നോക്കൂ. മാച്ച് ഈച്ച് ഓഫ് ദ സെറ്റ് ഓൺ ദ ലെഫ്റ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ റോസ്റ്റർ ഫോം വിത്ത് ദ സെയിം സെറ്റ് ഓൺ ദ റൈറ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ ഇവിടെ നമുക്ക് 2 സൈഡ് തന്നിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് എന്ത് ഫോമാണ്? റോസ്റ്റർ ഫോമാണ്. ഇതെന്താണ്? സെറ്റ് ബിൽഡർ ഫോമാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഈ സെറ്റ് ബിൽഡർ ഫോം ഒക്കെ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് അങ്ങനത്തെ ഫോമിലാണ് തുടങ്ങുക. അപ്പോൾ ഇതൊരു സെൻറ്റൻസിലാണുള്ളത്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതാണ് സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ ഇനി ഈ സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് റോസ്റ്റർ ഫോമിലേക്ക് മാച്ച് ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ സംഭവം നമുക്ക് നോക്കാം. എക്സ് ഇസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് ഇസ് എ ഡിവൈസർ ഓഫ് 18 എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എക്സ് പോസിറ്റീവ് ഇൻറ്റീജർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? എക്സ് പോസിറ്റീവ് ഇൻറ്റീജർ ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ഒരു Z+ എന്ന് വന്ന സംഭവമാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ എഴുതി. അപ്പോൾ ഞാനത് എഴുതാണ്. ഫസ്റ്റ് എന്താണ്? എക്സ് ബിലോങ്സ് ടു ഈ Z+ എന്ന് എഴുതി. എക്സ് ബിലോങ്സ് ടു Z+ എന്ന് എഴുതി. പിന്നെന്താണ്? ഈസ് എ ഡിവൈസർ ഓഫ് 18 തന്നിട്ടുണ്ട്. ഡിവൈസർ ഓഫ് 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 18ൻ്റെ ഡിവൈസേഴ്സ് എല്ലാം എഴുതണം. അപ്പോൾ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്? 118 വരും അല്ലേ? 118 വരും. പിന്നെന്ത് വരും? 29 വരും. പിന്നെന്ത് വരും? 3ൻ്റെ ഡിവൈസേഴ്സ് 3 വെച്ച് നോക്കുമ്പോൾ 3 × 6 18 നമുക്കറിയാം. അപ്പോൾ 3ഉം 6ഉം വരും. 3 6. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിവൈസേഴ്സ് ഓഫ് 18 വരിക. ഇവിടെ പിന്നെ എക്സ് ബിലോങ്സ് ടു Z+ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട. -1ഉം -18 എല്ലാം ഡിവൈസേഴ്സാണ്. പക്ഷേ അത് Z+ ആയതുകൊണ്ട് നമുക്കത് കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ ഇത്രയാണ് നമ്മൾ റോസ്റ്റർ ഫോമിൽ വരിക. റോസ്റ്റർ ഫോമിൽ ഇതാ 18 1 2 9 3 6 ഇതാ 1 2 3 6 9 18 ഇതല്ലേ അത്? അപ്പോൾ ഇവിടെയാണ് ഇങ്ങനെ വരിക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ സെറ്റ് നമ്മൾ എലമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമില്ല. സെറ്റിലെ എലമെൻറ്റ്സിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. സെയിം സെറ്റാണ്. ഇപ്പോൾ ഞാനിവിടെ 18 1 2 9 3 6 എന്ന് എഴുതിയാലും 1 2 3 6 9 18 എന്ന് എഴുതിയാലും സെയിം ആണ്. ഓക്കെ. അടുത്തത് എക്സ് ഇസ് എൻ ഇൻറ്റീജർ ആൻഡ് x² - 9 = 0 എന്ന് പറഞ്ഞു. അപ്പോൾ x² - 9 = 0 എന്നുള്ളതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? x² - 9 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് നമുക്കറിയാം. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് കാണാൻ എങ്ങനെയാണ്? x² - 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² = 9 എന്ന് വരും അല്ലേ? അപ്പോൾ എന്താണ്? x = +or-3 അങ്ങനെയല്ലേ വരിക? 3² 9 ആണ്, -3² 9 ആണ്. അപ്പോൾ ഇവിടുത്തെ റോസ്റ്റർ ഫോം എന്താണ്? 3ഉം -3ഉം 3 ആൻഡ് -3 ഇതാണ് നമ്മളെ രണ്ടാമത്തെ സെറ്റ്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഇൻറ്റീജർ ആൻഡ് x + 1 = 1 അതല്ലേ? x + 1 = 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സോൾവ് ചെയ്യണം. x + 1 = 1 ഞാൻ സോൾവ് ചെയ്യാണ്. അപ്പോൾ എന്താ വരിക? x + 1 = 1. അപ്പോൾ x = 1 - 1 ഓർ x = എന്താണ്? 0. അപ്പോൾ നമ്മളെ സെറ്റ് 0 വരും. ഓക്കെ. സെറ്റ് 0 വരും. x + 1 = 1 ആണ് = 1 x 1 - 1 x = 0 സെറ്റ് 0. അപ്പോൾ ഇതാണ് എന്ത് വരിക? എക്സ് ഇസ് എൻ ഇൻറ്റീജർ ആൻഡ് x + 1 = 1 എന്നുള്ള സെറ്റ് വരും. ഓക്കെ, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് പറയാമല്ലോ ഈ ഡി എന്നുള്ളത് ഇതിലേക്കാവും മാച്ച് ചെയ്തിട്ടുണ്ടാവുക നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതിന് നമ്മളൊരു റീസൺ പറയണ്ടേ? ഇതിനെങ്ങനെയാണ് നമ്മൾ റീസൺ പറയാം? ഇവിടെ പ്രിൻസിപ്പൽ എന്നുള്ള ആ ഒരു വേർഡിൽ ഉള്ള ലെറ്റേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ് ഇസ് എ ലെറ്റർ ഓഫ് ദ വേർഡ് പ്രിൻസിപ്പൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സെറ്റിലുള്ള എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് എന്താണ്? പി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഐ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ സെറ്റിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് വരിക? പ്രിൻസിപ്പൽ എന്നുള്ള സെറ്റിൽ പി ആർ ഐ എൻ PRIN
CAL ഇതല്ലേ വരിക. ഇങ്ങനെയാണ് നമ്മൾ ഈ സെറ്റ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രിൻസിപ്പാൾ എന്നുള്ള സെറ്റിൽ കിട്ടി. അപ്പോൾ മനസ്സിലായല്ലോ നമ്മളിപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെയാണ്, റോസ്റ്റർ ഫോം എങ്ങനെയാണ്, അതിലെ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ ഒരു ഏകദേശം ഐഡിയ കിട്ടിയില്ലേ. പിന്നെ ഇതുപോലെ നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്, ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ പറയാനുള്ളത് ഈ കളക്ഷൻസ് എല്ലാം സെറ്റാണോ അല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഈ കളക്ഷന് സെറ്റാണോ നോക്കിക്കോളൂ. അടുത്തത് എന്താണ്? ദ കളക്ഷൻ ഓഫ് ഓൾ ദ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ ജെ. അപ്പോൾ ലെറ്റർ ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മന്തുകളുടെ കളക്ഷനാണ്. അപ്പോൾ അത് വെൽ ഡിഫൈൻഡ് ആണോ? നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഇപ്പോൾ നമ്മൾ എഴുതി നോക്കാം. അപ്പോൾ അതിൻ്റെ റോസ്റ്റർ ഫോം എഴുതി എന്താ വരിക? റോസ്റ്റർ ഫോമിൽ ജാനുവരി വരും അല്ലേ, ജാനുവരി വരും. ഫെബ്രുവരി വരില്ല, കാരണം F വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേ. മാർച്ച് വരുമോ? ഇല്ല, മാർച്ചില്ല, M വെച്ചിട്ടാണ്. മാർച്ച് ഏപ്രിൽ വരില്ല, മെയ് വരില്ല, ജൂൺ ജൂലൈ വരും. അപ്പോൾ ജൂൺ ജൂലൈ ഞാൻ എഴുതി, ജെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേ. ജൂൺ ജൂലൈ. അടുത്തത് എന്താ? ജൂൺ ജൂലൈ. ഓഗസ്റ്റ് വരുമോ? സെപ്റ്റംബർ. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഒന്നും വരില്ല, കാരണം ഒന്നും ജെ വെച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ് ഞാൻ എഴുതി. ഇതാണ് നമ്മളെ ഈ സെറ്റ്. രണ്ടാമത്തെ പറഞ്ഞോളൂ. രണ്ടാമത്തെ ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. 10 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ പറയണ ആളായിരിക്കുമോ എല്ലാവർക്കും ഇഷ്ടം? അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു, ആ ഫ്രണ്ട് പറയാണ് എനിക്കിഷ്ടം മറ്റേ ചേതൻ ഭഗത്തിൻ്റെ ബുക്കാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. ഒരു കുട്ടി പറഞ്ഞു എനിക്ക് അരുന്ധതി റോയുടെ ബുക്കാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് വെച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാറുമല്ലോ. അപ്പോൾ പക്ഷേ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാമായിരുന്നു. ഇപ്പോൾ നമുക്ക് ബുക്കർ പ്രൈസ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ കളക്ഷൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒന്നും പറഞ്ഞില്ല. അത് കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സിനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് കളക്ഷൻ സെറ്റാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് നോട്ട് എ സെറ്റാണ് ശരിക്കും. ഇത് സെറ്റാണോ ഫസ്റ്റത്തെ സംഭവം? ഇത് സെറ്റാണ്. വൈ? ബിക്കോസ് ദിസ് ഇസ് വെൽ ഡിഫൈൻഡ്. നമുക്ക് ഇതേപോലെ വേറെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിലുണ്ടോ ഇല്ലയെന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമല്ലോ അല്ലേ? കാരണം ഇതിലിപ്പോൾ ഫെബ്രുവരി ഉണ്ടോ? ഇല്ല, പറയാൻ പറ്റും. നോക്കിയിട്ട് തന്നെ പറയാൻ പറ്റും. കാരണം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താ? ബിഗിനിങ് വിത്ത് ലെറ്റർ ചെയ്യുന്ന ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് എ സെറ്റ്. ഓക്കെ, അപ്പോൾ ഇത് സെറ്റാണെന്ന് കിട്ടി. രണ്ടാമത്തത് പക്ഷേ സെറ്റല്ല, കാരണം ഓരോരുത്തരുടെയും ഇത് വെച്ചിട്ട് അത് മാറാൻ ചാൻസ് ഉണ്ട്. അടുത്തത് എന്താണ്? എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദ വേൾഡ് അല്ലേ? അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുകയാണ് ഒരാളെടുത്ത്, ഒരു 11 ടോപ്പ് ബാറ്റ്സ്മാൻ്റെ പേര് പറയാൻ പറയാം. അപ്പോൾ പക്ഷേ ഒരാൾ പറയും എന്താണ് എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കറെയാണ് ഇഷ്ടം. അപ്പോൾ വേറൊരാൾ പറയും എനിക്ക് ധോണീനെയാണ് ഇഷ്ടം. അല്ലെങ്കിൽ വേറൊരാൾ പറയും എനിക്ക് ഗംഭീറിനെയാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ആയിരിക്കില്ലല്ലോ. അത് ഓരോരുത്തരെ നമ്മൾ അവരുടെ മാച്ചസ് നോക്കും, അവരുടെ കാര്യങ്ങൾ നോക്കും, മീൻസ് അവരുടെ മൊത്തം അവരുടെ ക്രൈറ്റീരിയാസ് എല്ലാം നോക്കിയിട്ടാണ് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഒരാളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഒരാളുടെ ഒപ്പീനിയൻ ആയിരിക്കില്ല വേറൊരാളുടെ ഒപ്പീനിയൻ. അപ്പോൾ അത് വെൽ ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഇസ് നോട്ട് എ സെറ്റ്. ദിസ് ഇസ് നോട്ട് എ സെറ്റ്. അടുത്തത് എന്താണ്? 4 നോക്കിക്കോളൂ. 4 എന്താ? ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. അപ്പോൾ നിങ്ങളെ ക്ലാസ്സിലുള്ള എല്ലാ ബോയ്സിൻ്റെ കളക്ഷൻസുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ക്ലാസ്സിലുള്ള ബോയ്സിനെയൊക്കെ ഞാൻ എടുത്തു. ആ ബോയ്സിനെ എത്ര അത് ഒരു കുട്ടീനെ ഞാൻ റാൻഡം ആയിട്ട് എടുത്തിട്ട് അത് ആ സെറ്റിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ലേ? കാരണം ആ കുട്ടി ബോയ് ആണോ ഗേൾ ആണോ നോക്കിയാൽ മതി. ബോയ് ആണെന്നുണ്ടെങ്കിൽ ആ സെറ്റിലുണ്ടാവും. അതേപോലെ തന്നെ ആ ക്ലാസ്സിൽ നിന്ന് ഞാൻ വേറൊരു കുട്ടീനെ എടുത്തിട്ടു, ആ കുട്ടീനെ നോക്കി ഞാൻ അത് ഗേൾ ആണെന്നുണ്ടെങ്കിൽ ആ സെറ്റിലുണ്ടാവില്ല, ബോയ് ആണെന്നുണ്ടെങ്കിൽ സെറ്റിലുണ്ടാവും. അപ്പോൾ അതെന്താണ്? വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. അപ്പോൾ ഇതും എന്താണ്? ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് എന്നുള്ളതും സെറ്റാണ്. കാരണം ആ ക്ലാസ്സിൽ ഉള്ള ആൾക്കാരെ മൊത്തം വിളിച്ച് നിർത്തി എനിക്ക് പറയാൻ പറ്റും ഇതിൽ സെറ്റിലുള്ള ആളാണോ സെറ്റിൽ ഇല്ലാത്ത ആളാണോ എന്നുള്ളത് പറയാൻ പറ്റും. അടുത്തത് എന്താ? ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. ഓക്കെ, കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തൊട്ട് 100 വരെയുള്ള നമ്പേഴ്സ് മൊത്തം ലെസ് ദാൻ 100 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലെസ് ദാൻ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 1, 2, 3 എക്സെട്ര ലെസ് ദാൻ 100 എന്നല്ലേ? അപ്പോൾ 99 വരെയുള്ള നമ്പേഴ്സ് വരും. അപ്പോൾ ഇത് വെൽ ഡിഫൈൻഡ് ആണോ? ഇത് വെൽ ഡിഫൈൻഡ് ആണല്ലേ? എന്തുകൊണ്ടാ? കാരണം 99 വരെയുള്ള നമ്പേഴ്സേ ഉള്ളൂ. വേറെ ഏതെങ്കിലും ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു 100 തന്നു, 100 ഇതിലുണ്ടോ? ഇല്ല. ഇതിൽ പറഞ്ഞിട്ടുണ്ട് കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 100 എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാനൊരു 10 crore ചോദിച്ചു, 10 crore ഇതിലുണ്ടോ? ഇല്ല.
അപ്പോൾ ഇതെന്താണ്? വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. അപ്പോൾ നമുക്ക് കിട്ടി എങ്ങനെയാണ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സെറ്റാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ്, എ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ ദ റൈറ്റർ മുൻഷി പ്രേംചന്ദ്. ഓക്കെ, അപ്പോൾ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ പ്രേംചന്ദ് ആണ് എടുത്തത്. അപ്പോൾ ഈ പ്രേംചന്ദ് എന്നുള്ള ഓതർ എഴുതിയ ബുക്കുകളുടെ ലിസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. നമുക്കറിയാലോ, ഒരു ബുക്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും ഇത് പ്രേംചന്ദ് എഴുതിയതാണോ എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ വേറൊരു ബുക്ക് എടുത്ത് നോക്കിയാൽ എഴുതിയത് അല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതെന്താണ്? വെൽ ഡിഫൈൻഡ് ആണ്. ദിസ് ഈസ് എ സെറ്റ്. അടുത്തത് എന്താ? ദ കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻറ്റീജേഴ്സ്. അപ്പോൾ കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഇൻറ്റീജേഴ്സ്, നെഗറ്റീവ് ഈവൻ ഇൻറ്റീജേഴ്സ് വരാം, 0 വരാം, 0 ഈസ് ഈവൻ അല്ലേ, 0 വരാം. അതേപോലെ തന്നെ പോസിറ്റീവ് ഈവൻ നമ്പേഴ്സ് വരാം, ഇതെല്ലാം വരാം. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതെല്ലാം കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻറ്റീജേഴ്സ് ആർ വെൽ ഡിഫൈൻഡ് അല്ലേ. ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ ആ നമ്പർ, ഇപ്പോൾ ഞാനൊരു 1.2 തന്നു, ഒരു നമ്പർ തന്നു. അപ്പോൾ ഇത് വെൽ ഡിഫൈൻഡ് ആണോ? വെൽ ഡിഫൈൻഡ് ആണ് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് ഈ 1.2 ഈ സെറ്റിലില്ല. കാരണം 1.2 എന്തല്ല? ദിസ് ഈസ് നോട്ട് ആൻ ഇൻറ്റീജർ അല്ലേ, ഇൻറ്റീജർ അല്ല. അതെന്തായിരിക്കണം? ഇൻറ്റീജർ ആയിരിക്കണം തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ അത് ഈവനും കൂടെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ സെറ്റിൽ വരുള്ളൂ. അപ്പോൾ ആ സെറ്റിൽ വരുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും? നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ഫുള്ള് വരും. പിന്നെ എന്താണ്? -2, 0, 2 എക്സെട്ര. ഇവിടെ 4 വരും, അതേപോലെ ഇവിടെ -4 വരും. അങ്ങനെ അങ്ങനെ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എല്ലാം വരുന്നതാണ് എന്ത്? ഈ സെറ്റ്. അപ്പോൾ അതെന്താണ്? അതും നമ്മൾ വെൽ ഡിഫൈൻഡ് ആണ്. സോ ദിസ് ഈസ് എ സെറ്റ്. മനസ്സിലായില്ലേ? അടുത്തത് ദ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ എത്ര ആൻസേഴ്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് ടെക്സ്റ്റ് മറിച്ച് നോക്കി അറിയാൻ പറ്റുമല്ലോ അല്ലേ. ടെക്സ്റ്റ് മറിച്ച് നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ, ദിസ് ഈസ് ഓൾസോ എ സെറ്റ് ബിക്കോസ് ദാറ്റ്സ് വെൽ ഡിഫൈൻഡ്. അടുത്തത് ഈ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദ വേൾഡ്. അപ്പോൾ മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ? കാരണം ഇപ്പോൾ ഞാനൊരു സ്നേക്ക് ഒരു പൈത്തൺ എടുത്തു. പൈത്തൺ എന്നുള്ള സ്നേക്കാണല്ലോ, പൈത്തൺ എടുത്തു. അത് ഡേഞ്ചറസ് ആണ് നമുക്കറിയാം. പിന്നെ ഞാൻ അതേപോലെ തന്നെ ഒരു ഫ്രോഗ് പറഞ്ഞു. പക്ഷേ ഫ്രോഗ് ഡേഞ്ചറസ് ആണോ? പല ടൈപ്പ് ഫ്രോഗ് ഉണ്ട് അല്ലേ. ഫ്രോഗ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഫ്രോഗ് ഉണ്ട്, ഡേഞ്ചറസ് അല്ലാത്ത ഫ്രോഗ് ഉണ്ട്, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രോഗുകളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റില്ല അത് ഡേഞ്ചറസ് ആണോ അല്ലയോ. ഒരു എലമെൻറ്റ് ഒരു സെറ്റായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതിലേക്ക് ഇനിയും നമുക്ക് എന്താ പറയുക, നമ്മൾ ഇതുവരെയും കണ്ടുപിടിക്കാത്ത ടൈപ്പ് മൃഗങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ബയോളജിക്ക് അങ്ങനത്തെ കുറച്ച് എന്താ പറയുക, ഇനിയും ആഡ് ചെയ്യാൻ സാധ്യതയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് വെൽ ഡിഫൈൻഡ് അല്ല. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് നോട്ട് എ സെറ്റ്. ഓക്കെ, ഇനി എന്താ വേണ്ടത്? അപ്പോൾ ഇനി നമുക്കൊരു സെറ്റ് എ തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ എപ്സിലോൺ എന്നുള്ള സിമ്പിൾ ഇടണം. ഇതെന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇത് ബിലോങ്സ് ടു ആണ് അല്ലേ. ഇത് ബിലോങ്സ് ടു സിമ്പിളാണ്. ഇതെന്തായിരുന്നു? ഇത് ഡസ് നോട്ട് ബിലോങ്സ് ടു ആയിരുന്നു. അപ്പോൾ ഇത് ബിലോങ്സ് ടു ആണ്, ഡസ് നോട്ട് ബിലോങ്സ് ടു ആണ്. നമുക്ക് സെറ്റ് തന്നിട്ടുണ്ട്, സെറ്റ് എ തന്നിട്ടുണ്ട്. ആ സെറ്റിൽ ഈ എലമെൻറ്റ്സ് അതിലുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഈ 5 ഇതിലുണ്ടോ? 5 ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ എന്തിടണം? ഈ സിമ്പിൾ ഇടണം, എപ്സിലോൺ ഇടണം. അടുത്തത് എന്താണ്? 8 ആണ്. 8 അതിലുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡസ് നോട്ട് ബിലോങ്സ് ടു ഇടണം. അടുത്തത് എന്താ? 0 ഉണ്ടോ? 0 ഇല്ല, ഡസ് നോട്ട് ബിലോങ്സ് ടു. 4 ഉണ്ടോ? 4 ഉണ്ട്. 2 ഉണ്ടോ? 2 ഉണ്ട്. 6 ഉണ്ടോ? 6 ഇല്ല. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6th ക്വസ്റ്റ്യൻ 10 ഉണ്ടോ? അതിൽ 10 ഇല്ല അല്ലേ. അപ്പോൾ ഇതിലാകെ ഉള്ളത് ഏതൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. 1, 2, 4 ഉണ്ട്. ബാക്കി ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും അതിലില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സെറ്റിൽ എലമെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? റോസ്റ്റർ ഫോമിലേക്ക് മാറ്റി എഴുതണം. റോസ്റ്റർ ഫോമിലേക്ക് മാറ്റി എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഇറ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ് ബൈ ബ്രേസസ് ആൻഡ് ഷുഡ് ബി എൻക്ലോസ്ഡ് ഇൻ എ കേളി ബ്രാക്കറ്റ്. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ, എന്തിൻ്റെ? റോസ്റ്റർ ഫോമിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ റോസ്റ്റർ ഫോമിലാക്കാൻ ഇതിപ്പോൾ തന്നിട്ടുള്ളത് എന്താ? സെറ്റ് ബിൽഡർ ഫോമിലാണ് അല്ലേ. നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ പോലെ തന്നിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ പറയുന്ന പോലെ ഡിസ്ക്രിപ്ഷനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം? കേളി ബ്രാക്കറ്റിൽ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കോമ ഇട്ടിട്ട് എഴുതാൻ പറ്റണം. കോമ ഇട്ടിട്ട് എഴുതുന്നതിനാണ് എന്ത് പറയുക? റോസ്റ്റർ ഫോം എന്ന് പറയുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരിക?
പറഞ്ഞോളൂ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഇൻറ്റീജർ ആൻഡ് -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7. അപ്പോൾ ഈ ഇനീക്വാലിറ്റീസ് ഒക്കെ അറിയാമല്ലോ അല്ലേ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ -3 ഇൻക്ലൂഡഡ് ആണ്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഈക്വൽ ടു സിമ്പിൾ ഇല്ലല്ലോ, ഈക്വൽ ടു സിമ്പിൾ ഇല്ല. അപ്പോൾ അവിടെ എന്തല്ല, ഇവിടെ ഈക്വൽ ടു ഇല്ല, 7 ഇൻക്ലൂഡഡ് അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വരിക, -3 ഇൻക്ലൂഡഡ് ആണ് അല്ലേ, -3 ഇൻക്ലൂഡഡ് ആണ്. പിന്നെ പറഞ്ഞത് എക്സ് ഇൻറ്റീജറാണ്, അപ്പോൾ ഇൻറ്റീജർ നമ്പേഴ്സൊക്കെ എഴുതുക. -3 വരും, -2 വരും, -1 വരും, 0 വരും, പിന്നെ എന്ത് വരും, 1 2 3 4 5 6 7 വരുമോ? 7 വരില്ല അല്ലേ, ബിക്കോസ് അവിടെ ഈക്വൽ ടു സിമ്പിൾ ഇല്ല, ലെസ് ദാൻ എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ റോസ്റ്റർ ഫോമിൽ വരിക. നെക്സ്റ്റ്, എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, 1 2 3 4 5 അല്ലേ വരുള്ളൂ. ലെസ് ദാൻ 6 എന്നാണ് പറഞ്ഞത്, 6 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ 1 2 3 4 5 ആണ് നമ്മളെ നാച്ചുറൽ നമ്പേഴ്സ്. നെക്സ്റ്റ് വരെ എന്താണ്, എക്സ് ഇസ് എ 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഇസ് 8. അപ്പോൾ നമ്മൾ 2 ഡിജിറ്റ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സൊക്കെ ചൂസ് ചെയ്യണം, സച്ച് ദാറ്റ് അതിൻ്റെ സമ്മ് 8 ആയിരിക്കണം. അപ്പോൾ ഈ സമ്മ് 8 വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. സമ്മ് 8 വരാൻ സാധ്യതയുള്ളത് 0 8, അടുത്തത് എന്താ 1 7, അടുത്തത് 2 6, അടുത്തത് 3 5, അടുത്തത് 4 4 അല്ലേ. ഇതാണ് നമ്മളെ നമ്പേഴ്സ് സാധ്യത ഉള്ളത്. 2 ഡിജിറ്റ് നമ്പർ സച്ച് ദാറ്റ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഇസ് 8. പക്ഷേ ഇത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് 1 ഡിജിറ്റ് നമ്പറാണ്. ബാക്കി 4 നമ്പേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ 17 എടുക്കുകയാണെങ്കിൽ 71 വരും അല്ലേ, അടുത്തത് 26 ആണെങ്കിൽ 62 വരും, 35 ആണെങ്കിൽ 53 വരും. അപ്പോൾ ഇതാണ് നമ്മളെ നമ്പേഴ്സ് വരിക. 44 മാറ്റിയിടേണ്ട ആവശ്യമില്ലല്ലോ, കാരണം സെയിം നമ്പറാണ്. അപ്പോൾ 2 ഡിജിറ്റ് നമ്പർ സച്ച് ദാറ്റ് ദ സം ഇസ് 8. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ റോസ്റ്റർ ഫോം. എന്തൊക്കെയാണ് വരിക, 17 വരും, 71 വരും, 26 വരും, 62 വരും, 35 വരും, 53 വരും, 44 വരും. ഇതാണ് റോസ്റ്റർ ഫോം അല്ലേ. നമ്മൾ കേളി ബ്രാക്കറ്റ്സിലിട്ടു, അതേപോലെ തന്നെ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തു. നെക്സ്റ്റ്, എക്സ് ഇസ് എ പ്രൈം നമ്പർ വിച്ച് ഇസ് ഡിവൈസർ ഓഫ് 60. അപ്പോൾ പ്രൈം നമ്പർ, ഇതിൻ്റെ പ്രൈം ഡിവൈസേഴ്സ് ഒക്കെ കണ്ടുപിടിക്കണം. നമ്മളെ നമ്പർ എന്തായിരുന്നു, 60 എന്നുള്ളതാണ് നമ്പർ. അപ്പോൾ അതിൻ്റെ പ്രൈം നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും, 16 നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ അറിയില്ലേ, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 2 വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 30 വരും, അടുത്തത് 15, പിന്നെ 3 × 5. ഇതാണല്ലോ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 60. അപ്പോൾ ഏതൊക്കെയാണ്, 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട് അല്ലേ. 4 × 3 12, 12 × 5 60. 2 3 ആൻഡ് 5. ഇതാണ് എന്ത്, നമ്മളെ റോസ്റ്റർ ഫോം ഓഫ് ദ സെറ്റ് ഡി. ഡി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതാൻ പറ്റും. നെക്സ്റ്റ്, ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ട്രിഗ്നോമെട്രി. അപ്പോൾ ട്രിഗ്നോമെട്രിയിലെ എല്ലാവർക്കും ടഫ് ഉള്ളതല്ലേ ട്രിഗ്നോമെട്രി. ഓക്കെ, എല്ലാവരും പറയണേക്കാം ട്രിഗ്നോമെട്രി ടഫാണെന്നൊക്കെ. നമുക്ക് സിമ്പിളായിട്ട് പഠിക്കണം കേട്ടോ. നമുക്ക് ട്രിഗ്നോമെട്രിയിൽ ഉള്ള ലെറ്റേഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ലെറ്റേഴ്സ് എന്തൊക്കെയാണ് വരിക, ടി വരും, ആർ വരും, ഐ, ടി ആർ ഐ ജി ഒ, TRIGO, N കോമൺ ആണ് കേട്ടോ. N O നമ്മൾ എഴുതിയതാണ് അല്ലേ. M ഉണ്ടോ, M, E എഴുതിയോ, ഇല്ല, E ഉണ്ട്. T ഒരു പ്രാവശ്യം എഴുതി, അപ്പോൾ T വേണ്ട. പിന്നെന്താണ്, R നമ്മൾ എഴുതി. പിന്നെന്താണ്, Y വേണം അല്ലേ, Y. അപ്പോൾ ഇത്രയാണ് നമ്മളെ ട്രിഗണോമെട്രി എന്നുള്ള വേർഡിലുള്ള ആൽഫബറ്റ്സ് നമ്മൾ എഴുതി. എങ്ങനെ, റോസ്റ്റർ ഫോമിൽ എഴുതി. അപ്പോൾ ഇതാണ് സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ട്രിഗ്നോമെട്രി. നെക്സ്റ്റ്, ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ബെറ്റർ. ബെറ്റർ എന്നുള്ള വേർഡിൽ ഉള്ള ലെറ്റേഴ്സാണ് എന്ത് ഇനി പറയാനുള്ളത്. അപ്പോൾ ബെറ്ററിൽ എന്തൊക്കെ, ഇതിൽ T റിപ്പീറ്റഡ് ആണ്, E റിപ്പീറ്റഡ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, BETR. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. ഇതിന് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്, ഇത് കണ്ടിട്ട് നമുക്ക് 3 6 9 12 എന്തെങ്കിലും തോന്നുന്നുണ്ടോ?
ഇത് നമുക്ക് 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് പറഞ്ഞൂടെ? ഇതെന്താ 3 × 1 ആണ്, 3 × 1. അടുത്തത് എന്താണ് 3 × 2, അടുത്തത് 3 × 3, 3 × 4. ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇതിനെ നമ്മൾ ഇനി എങ്ങനെ സെൻറ്റൻസ് ആക്കി എഴുതണം? സെൻറ്റൻസ് ആക്കി എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റണം? ഇങ്ങനെ ഒറ്റ ലൈനിൽ എഴുതണം അല്ലേ? അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എവിടെ നിന്ന് എവിടെ വരിക? 4 വരെ വന്നത്. 1 2 3 4. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നല്ലേ? സെറ്റ് ഓഫ് ഓൾ 3x എന്ന് എഴുതണം. ക്ലിയർ ആയില്ലേ? സെറ്റ് ഓഫ് ഓൾ 3x അല്ലേ? 3 ഇതിലെന്തൊക്കെയാണ് വരിക? 3, അതേപോലെ 3 × 2, 3 × 2 6, 3 × 3 9, 3 × 4 12. ഇതിലൊരു കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്യണ്ടേ? ഇത് നമ്മൾ എവിടെ നിന്നാണ് ഈ നമ്പർ സിസ്റ്റത്തിൽ നിന്ന്, ഏത് നമ്പർ സിസ്റ്റത്തിൽ നിന്നാണെന്നുള്ളതും കൂടെ പറയണ്ടേ? അപ്പോൾ അതെന്ത് എഴുതണം? ആൻഡ് എക്സ് ബിലോങ്സ് ടു എന്നും കൂടെ പറയണം. അപ്പോൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ 3x സച്ച് ദാറ്റ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആൻഡ് എക്സ് ബിലോങ്സ് ടു n. അപ്പോൾ ഇതാണ് നമ്മളെ സെറ്റ്. ഇതാണ് അതിൻ്റെ എന്ത് ഫോം? സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ. നെക്സ്റ്റ് 2 4 8 16 32. ഇതിന് നമ്മൾ എങ്ങനെ എഴുതും? ഈ നമ്പേഴ്സ് കണ്ടറിഞ്ഞൂടെ? ഇത് നമ്മളെ 2ൻ്റെ മൾട്ടിപ്പിൾസാ. 2 × 1 ആണിത്. ഇത് 2 × 2 ആണ്. ഇത് അതേപോലെ തന്നെ എന്താണ്? മൾട്ടിപ്പിൾസ് അല്ല അല്ലേ? ഇത് 2 4 8 16 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പവേഴ്സാണ്. 2ൻ്റെ പവേഴ്സാണ്. 2 raised to 1 അല്ലേ ഇത്? നോക്കൂ, 2 raised to 1 is equal to 2. അടുത്തത് അതേപോലെ 2 raised to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 × 2. അതാണ് എന്ത്? 4. അടുത്തത് എന്താണ്? 2 raised to 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2 × 2 8. 2 raised to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2 × 2 × 2 16. അടുത്തത് 2 raised to 5 ആണ് എന്ത്? 32. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇതിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിക്കൂടെ? സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? സെറ്റ് ഓഫ് ഓൾ 2 raised to n എഴുതാം അല്ലേ? 2 raised to n such that 2 raised to n such that n എവിടെ തൊട്ട് എവിടെ വരിക? 1 തൊട്ട് 5 വരെ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആൻഡ് n ബിലോങ്സ് ടു n. ഇങ്ങനെയല്ലേ? ഇതാണ് നമ്മൾ എന്ത് വരിക? സെറ്റ് ബിൽഡർ ഫോം വരിക. ഓക്കെ. 2 raised to n അല്ലേ? അപ്പോൾ ഇതിൽ എന്തൊക്കെ വരും? 2 raised to 1 2 വരും. അടുത്തത് 2 raised to 2 എന്ന് പറയുമ്പോൾ 4 വരും. അടുത്തത് 2 raised to 3 എന്ന് പറയുമ്പോൾ 8 വരും. 2 raised to 4 16, 2 raised to 5 32. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ഫോം? സെറ്റ് ബിൽഡർ ഫോം. നെക്സ്റ്റ് 5 25 125 625. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? ഇതെന്താ? ഇത് 5ൻ്റെ പവേഴ്സ് അല്ലേ? 5 5 സ്ക്വയർ 5 ക്യൂബ് 5 raised to 4 അങ്ങനെ 5ൻ്റെ പവേഴ്സ് ആണല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ. അപ്പോൾ അതെങ്ങനെയാണ് വരിക? നേരത്തെ എഴുതിയ പോലെ തന്നെ ഞാൻ എഴുതാൻ പോവാണേ. അപ്പോൾ 5 സെറ്റ് ഓഫ് ഓൾ 5 raised to n എഴുതാമല്ലോ. സെറ്റ് ഓഫ് ഓൾ 5 raised to n such that n belongs to n and എന്താണ്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എവിടെ? 4 വരെ ഉണ്ട് അല്ലേ? അല്ലേ? അപ്പോൾ നമുക്ക് ഇതിലുള്ള എലമെൻറ്റ്സ് ഒന്ന് എഴുതി നോക്കാം. ഇതിലുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ് വരിക? 5 raised to 1 വരും, 5 raised to 2 വരും, 5 raised to 3 വരും, 5 raised to 4 വരും. അപ്പോൾ നമുക്കറിയാം 5 raised to 1 5 ആണ്, 5 സ്ക്വയർ 25 ആണ്, 5 ക്യൂബ് 125 ആണ്, 5 raised to 4 625 ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ഫോം? റോസ്റ്റർ ഫോം. ഇതാണ് നമ്മളെ മറ്റേ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമും റോസ്റ്റർ ഫോമും കിട്ടി. റോസ്റ്റർ ഫോം തന്നു, നമ്മളെടുത്ത് സെറ്റ് ബിൽഡർ ഫോം ആക്കാൻ പറഞ്ഞു. നമ്മൾ സെറ്റ് ബിൽഡർ ഫോം ആക്കി വെരിഫൈ ചെയ്തു. ഓക്കെ. അടുത്തത് 2 4 6 എക്സെട്ര. 2 4 6 എക്സെട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതാണ് 2ൻ്റെ മൾട്ടിപ്പിൾസ്. അപ്പോൾ 2ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 4 6 8 10 എക്സെട്ര. അപ്പോൾ അതിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ സെറ്റ് ഓഫ് ഓൾ 2x സച്ച് ദാറ്റ് എന്താണ്? എക്സ് ബിലോങ്സ് ടു n ആൻഡ് പറയണോ? ആൻഡ് പറയണ്ട. കാരണം എന്താ? ഇത് ഇൻഫൈനൈറ്റ് സെറ്റാണ്. നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റിൽ ഇങ്ങനത്തെ ഒരു ബൗണ്ട് പറയേണ്ട ആവശ്യമില്ല അല്ലേ?
കാരണം ഇത് ഇൻഫൈനൈറ്റ്ലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതിയാൽ മതി? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എന്ന് എഴുതിയാൽ പോരെ? സെറ്റ് ഓഫ് ഓൾ 2x സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് വരിക? ഇങ്ങനെ വരുള്ളൂ. ഇതാണ് നമ്മളെ സെറ്റ് ബിൽഡർ ഫോം ഓഫ് ദിസ് സെറ്റ്. സെറ്റ് ഓഫ് ഓൾ 2x സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2, 4, 6 മാത്രമായിരുന്നു ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തും കൂടെ എഴുതണം. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഇങ്ങനൊരു സംഭവം കൂടെ ആഡ് ചെയ്യണമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഡോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇൻഫൈനൈറ്റ് സെറ്റാണ്, ഫുൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ 2 × 1, 2 × 2, 2 × 3, 2 × 4, 2 × 5, 2 × 6 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് 1, 4, 9 എക്സെട്ര 100. അപ്പോൾ ഈ നമ്പേഴ്സ് കാണുമ്പോൾ എന്താ പ്രത്യേകത? ഇത് 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ അല്ലേ? ഈ നമ്പേഴ്സൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റണം ഇത് ഇന്നതാണ്, ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്, അല്ലെങ്കിൽ ഇത് ഇന്ന നമ്പറിൻ്റെ പവറാണ്, അങ്ങനത്തെയൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റണം. അപ്പോഴാണ് എന്ത് എഴുതാൻ പറ്റുള്ളൂ? സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസൊക്കെ ഇത്രയും കുറച്ചും കൂടെ ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം എന്തായാലും. പിന്നെ നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുറേ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഇതാണ് അങ്ങനെ പഠിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ 1, 4, 9 എക്സെട്ര 100 എന്നുള്ള നമ്പറാണ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഞാൻ പറഞ്ഞു ഇതെന്താണ്? ഇത് നമ്മളെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആണ്. എവിടം വരെ? 10 സ്ക്വയർ വരെ ഉണ്ട്. ഇത് 1 സ്ക്വയർ ആണ്, ഇത് 2 സ്ക്വയർ ആണ്, ഇത് 3 സ്ക്വയർ ആണ്, എക്സെട്ര. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? സെറ്റ് ഓഫ് ഓൾ n സ്ക്വയർ സച്ച് ദാറ്റ് n ബിലോങ്സ് ടു n ആൻഡ് ഇവിടെ ബൗണ്ട് പറയണം അല്ലേ? കാരണം എന്താണ്? ഇതൊരു ഫൈനൈറ്റ് സെറ്റാണ്. ഇത് നമ്മളെ 100 വരെയാണ് ഉള്ളത്. 100 കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ 10 സ്ക്വയർ വരെ എടുത്താൽ മതി. അപ്പോൾ എവിടെ തൊട്ട് പറയണം? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇതും കൂടെ പറയണ്ടേ? n നാച്ചുറൽ നമ്പേഴ്സിന് എടുക്കും വേണം, പിന്നെ എന്ത് വേണം? അത് 1-ൻ്റെയും 10-ൻ്റെയും ഇടയ്ക്കായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ലിസ്റ്റ് ഓൾ ദ എലിമെൻറ്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. അപ്പോൾ ഇതിലെ എലിമെൻറ്റ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ? സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ റോസ്റ്റർ ഫോമിൽ മാറ്റി എഴുതണം. ഇതിലുള്ള എലിമെൻറ്റ്സ് എഴുതിയാൽ മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ലിസ്റ്റ് ഓൾ ദ എലിമെൻറ്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. ഇതിലെന്തൊക്കെയാണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ് ഒരു ഓഡ് നാച്ചുറൽ നമ്പറാണ് അല്ലേ? ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 3, 5, 7 എക്സെട്ര. ബൗണ്ട് പറഞ്ഞിട്ടില്ലല്ലോ. എക്സ് ഇസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ എക്സ് ഇവിടം തൊട്ട് ഇവിടം വരെ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇത്ര എഴുതാൻ പാടുള്ളൂ, അങ്ങനെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോൾ നാച്ചുറൽ നമ്പേഴ്സ് കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിലുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 5, 7 എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഇൻറ്റീജർ -1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. ഇതാണ്. അപ്പോൾ എക്സ് ഒരു ഇൻറ്റീജർ ആയിരിക്കണം, ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇൻറ്റീജർ ആയിരിക്കണം. അപ്പോൾ ഇൻറ്റീജർ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താ? ഇൻ്റഗ്രൽ വാല്യൂസ് വേണ്ടേ? ഇങ്ങനത്തെ 9/2 ഇത് ഇൻറ്റീജർ ആണോ? 9/2 ഇസ് നോട്ട് എൻ ഇൻറ്റീജർ, ദിസ് ഇസ് എ റാഷണൽ നമ്പർ. വൈ? ബിക്കോസ് ഇത് p/q ഫോമാണ്. റാഷണൽ നമ്പേഴ്സിൻ്റെ സാറ്റിസ്ഫൈ ഉണ്ട്, പക്ഷേ ഇൻറ്റീജർ അല്ല. അപ്പോൾ ഇതിന് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇൻറ്റീജേഴ്സാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇൻറ്റീജേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിനെ ഡെസിമൽ ഫോം ആക്കുക. ഡെസിമൽ ഫോം ആക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഈ -1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 0.5 ആണല്ലോ. അപ്പോൾ ഇത് -0.5 അല്ലേ? -0.5 ആണ്. ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. 9/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 9/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 ആണ്. 8/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 0.5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4.5 എന്ന് കിട്ടി. കണ്ടോ? സിമ്പിളായിട്ട് കിട്ടി 4.5. നിങ്ങൾ ഡിവൈഡ് ചെയ്യൊന്നും വേണ്ട, 4.5 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇൻറ്റീജേഴ്സിനെ എഴുതിയാൽ മതി. ഇപ്പോൾ അങ്ങനെ എഴുതാനും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്പർ ലൈൻ ഒന്ന് വരച്ചു നോക്കുക. അതറിയാലോ. 0, 1, 2, 3, 4, 5 ഇങ്ങനെ പോകും. അടുത്തത് എന്താണ്? -1, -2 എക്സെട്ര ഇങ്ങനെ പോകും. അപ്പോൾ ഈ -0.5 എന്നുള്ളത് എവിടെയാണ് കിടക്കുക? -0.5 ഇവിടെയാണ് വരിക അല്ലേ? ഇതാണ് എന്ത്? -0.5. പിന്നെ എന്താ വരിക? 4.5. 4.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് വരിക അല്ലേ?
4.5. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇൻറ്റീജേഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇൻറ്റീജേഴ്സ് എന്താ വരിക? ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇൻറ്റീജേഴ്സ് ഇവിടെയാണ് ഒരു നമ്പർ, ഇവിടെയാണ് ഒരു നമ്പർ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഇൻറ്റീജേഴ്സ് പറഞ്ഞോളൂ. 0, 1, 2, 3, 4 അത്രയല്ലേ ഇൻറ്റീജേഴ്സ് വരുള്ളൂ. അപ്പോൾ നമ്മൾ സെറ്റിൽ എന്തൊക്കെ വരും? 0, 1, 2, 3, 4. ഓക്കെ, ഇതാണ് നമ്മളെ എന്ത് റോസ്റ്റർ ഫോം ഓഫ് ദിസ് സെറ്റ്. നെക്സ്റ്റ്, എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഇൻറ്റീജർ ആൻഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. 4നേക്കാളും കുറവായിട്ടുള്ള എക്സ് സ്ക്വയർ ആയിരിക്കണം, അല്ലെങ്കിൽ 4നോട് ഈക്വലോ ഇതിനേക്കാൾ കുറവായിട്ടോ ഉള്ള എക്സുകളായിരിക്കണം, എക്സ് സ്ക്വയറുകളായിരിക്കണം. ആൻഡ് എക്സ് ഷുഡ് ബി ആൻ ഇൻറ്റീജർ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് വേണം? ഇൻറ്റീജേഴ്സ് ഒക്കെ എഴുതി വയ്ക്കുക. 4നേക്കാളും കുറവായിട്ടുള്ളത് അല്ലെങ്കിൽ 4നോട് ഈക്വൽ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ്? 0 വരാലോ, 0 സ്ക്വയർ ലെസ് ദാൻ 4 ആണ്. അടുത്തത് അതേപോലെ തന്നെ അടുത്ത സ്ക്വയർ ഞാൻ എടുത്തു, 1 എടുത്തു. 1 സ്ക്വയർ എന്താ? ഇൻറ്റീജേഴ്സ് ആണെന്നല്ലേ ആദ്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം ഇൻറ്റീജേഴ്സ് ഒക്കെ എഴുതി വയ്ക്കുക. ഇൻറ്റീജേഴ്സ് ഇങ്ങനെ അറിയാം: -3, -2, -1, 0, 1, 2, 3 എക്സെട്ര. ഇതാണ് നമ്മൾ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്. അത് ഞാൻ അവിടെ എഴുതി വെച്ചു. ആൻഡ് എന്താ പറഞ്ഞത്? എക്സ് സ്ക്വയർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ സ്ക്വയർ എടുത്ത് നോക്കുക. ഇതിൻ്റെ സ്ക്വയർ എന്താണ്? 0. 1ൻ്റെ സ്ക്വയർ എന്തായിരുന്നു? 1. 2ൻ്റെ സ്ക്വയർ എന്താണ്? 4. 3ൻ്റെ സ്ക്വയർ എന്തായിരുന്നു? 9. അടുത്തത് അതേപോലെ തന്നെ -1ൻ്റെ സ്ക്വയർ എന്തായിരുന്നു? 1. -2ൻ്റെ സ്ക്വയർ 4. -3ൻ്റെ സ്ക്വയർ 9. അപ്പോൾ ഇതാണ് നമ്മളെ എന്ത് സ്ക്വയേഴ്സ്. പിന്നെ തന്നിട്ടുള്ളത് എന്താ? എക്സ് സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അതും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ എന്താ? 4 വരും അല്ലേ? 4 വരും. പിന്നെ 4നേക്കാൾ കുറവുള്ള സംഖ്യകളും. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ 4 വരെയുള്ളത് വരും. ബാക്കി 9 വരുമോ? ഇല്ല. 9 ഇസ് ഗ്രേറ്റർ ദാൻ 4 വരില്ല. അപ്പോൾ എക്സുകൾ ഏതൊക്കെയാ? ഈ 4 വരുന്നത് ഏതൊക്കെയാണ്? -2ന് വരും, -1ന് വരും, 0 വരും, 1, 2. അതിൽ കൂടുതൽ ഏതെങ്കിലും വരുമോ? ഏതെങ്കിലും ഇൻറ്റീജേഴ്സിന് വരും. ഇനി അങ്ങോട്ട് കൂടുകയല്ലേ ചെയ്യുള്ളൂ. ഇവിടെ ഞാനൊരു 4 എടുക്കുകയാണെങ്കിൽ 4 സ്ക്വയർ 16 അല്ലേ വരിക. ഇവിടെ അതേപോലെ -4 ആണെങ്കിൽ 16 ആണ് വരിക. അപ്പോൾ ഇങ്ങോട്ട് വരില്ല. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് ഇൻറ്റീജേഴ്സ് ആണ് വരിക. അതിനെങ്ങനെ വരും? എന്തൊക്കെയാണ്? -2, -1, 0, 1, 2. ഇതാണ് നമ്മളെന്ത് റോസ്റ്റർ ഫോം. ഓക്കെ, ഇനി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ലോയൽ. അപ്പോൾ ലോയൽ എന്നുള്ള വേർഡിൽ ഉള്ള ലെറ്റേഴ്സിനെയാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട് അല്ലേ? L റിപ്പീറ്റ് ആണ്. അപ്പോൾ ഒരു വട്ടം എഴുതിയാൽ മതി. LOYA മാത്രമേ വരുള്ളൂ. നമ്മളെ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LOYA. ഇതാണ് നമ്മളെന്ത് റോസ്റ്റർ ഫോം. നെക്സ്റ്റ്, എക്സ് ഇസ് എ മന്ത് ഓഫ് എ ഇയർ നോട്ട് ഹാവിങ് 31 ഡേയ്സ്. അപ്പോൾ മന്ത് ഓഫ് ഇയർ ആണ്. 31 ഡേയ്സ് ഇല്ലാത്ത മന്തുകൾ എഴുതണം. അത് നമ്മൾ പണ്ട് പഠിച്ചതല്ലേ. നമ്മൾ ഈ കുഞ്ഞാകുമ്പോഴൊക്കെ സ്കൂളിൽ, പ്രൈമറി സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടില്ലേ? ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ജനുവരി, അതേപോലെ ഇത് ഫെബ്രുവരി, ഇത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഹമ്പ് ഉള്ളത് എന്തായിരുന്നു? 31 ഡേയ്സ് ഉള്ളതാണ് അല്ലേ? അടുത്തത് ഈ ഹമ്പ് ഇല്ലാത്തത് എന്താണ്? 30 ഡേയ്സ് ഉള്ളതാണ്. ഫെബ്രുവരിക്ക് പിന്നെ നമുക്കറിയാം എന്തായാലും 28 or 29 ആണെന്നറിയാം. ബാക്കിയെല്ലാം നമുക്കിങ്ങനെ നോക്കിക്കൂടെ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്. മാർച്ചിന് ഹമ്പുണ്ട്. ഏപ്രിൽ. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ എക്സ് ഇസ് എ മന്ത് ഓഫ് എ ഇയർ നോട്ട് ഹാവിങ് 31 ഡേയ്സ്. അപ്പോൾ 31 ഡേയ്സ് ഇല്ലാത്ത മന്തുകളാണ് ചോദിച്ചിട്ടുള്ളത്. 31 ഡേയ്സ് ഇല്ലാത്ത മന്തുകൾ ഏതൊക്കെയാണ്? ജാനുവരി നോക്കാം. ജാനുവരി ഇവിടെ സ്റ്റാർട്ട് ചെയ്യണു. ജാനുവരി 31 ഡേയ്സ് ആണ്. അപ്പോൾ എക്സ് ഇസ് എ മന്ത് ഓഫ് ഇയർ നോട്ട് ഹാവിങ്. ജാനുവരി ഉണ്ടാവില്ല, ജാനില്ല. ഫെബ്രുവരി ഉണ്ടോ? ഫെബ്രുവരി ഇവിടെയല്ലേ? ഫെബ്രുവരിക്ക് നമുക്കറിയാം എന്തായാലും 31 ഡേയ്സ് അല്ല ഫെബ്രുവരി. മാർച്ച് ഉണ്ടോ? മാർച്ച് 31 ഡേയ്സാണ്. മാർച്ച് വേണ്ട, ഹമ്പുണ്ട്. അത് കഴിഞ്ഞ് താഴെ വരെ എന്താ? മാർച്ച്, ഏപ്രിലിന് എന്താ 31 ഡേയ്സ് അല്ല നമുക്കറിയാം. ഏപ്രിൽ, മെയ് 31 ആണ്. പിന്നെ ജൂൺ വരും. പിന്നെന്താ? ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് 31 ആണ്. സെപ്റ്റംബർ 30 ആണ്. സെപ്റ്റംബർ, ഒക്ടോബർ, പിന്നെ നവംബർ. ഇതല്ലേ നമ്മൾ വരിക? ഇതാണ് നമ്മളെ എന്ത് ഇസ് എ മന്ത് ഓഫ് ഇയർ നോട്ട് ഹാവിങ് 31 ഡേയ്സ്.
സിമ്പിളായിട്ട് എഴുതിക്കൂടെ? അപ്പോൾ ഇതാണ് നമ്മളെ റോസ്റ്റർ ഫോം. ഓക്കെ, അപ്പോൾ എക്സ് ഇസ് എ കോൺസണൻറ്റ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് വിച്ച് പ്രിസീഡ്സ് കെ. അപ്പോൾ കോൺസണൻ്റ് ആയിരിക്കണം, അത് കെനേക്കാളും മുന്നേ ആയിരിക്കണം. അപ്പോൾ നമുക്ക് എഴുതിക്കൂടെ ABCDFGHIJK JK. അപ്പോൾ ജെ വരെയുള്ള ലെറ്റേഴ്സ് എടുക്കുക, ജെ വരെയുള്ള ആൽഫബറ്റ്സ് എടുക്കുക, അതിലുള്ള കോൺസണൻസ് എഴുതുക. സിമ്പിൾ അല്ലേ? എ വരുമോ? എ വരില്ല. എ എന്താ? എ വവ്വലാണ്. അപ്പോൾ അടുത്തത് എന്ത് വരും? ബി വരും. BCD. ഇ വരുമോ? ഇ ഈസ് എ വവ്വൽ. FGH. ഐ വരില്ല. ജെ. വിച്ച് പ്രിസീഡ്സ് കെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കെൻ്റെ മുന്നേ വരെയുള്ള കൺസണൻസ് ഒക്കെ എഴുതാനാണ് പറഞ്ഞത്. എ വരില്ല അല്ലേ? എ വരില്ല, ഇ വരില്ല, ഐ വരില്ല, ബാക്കിയെല്ലാം വരും കെന് മുന്നുള്ള. അപ്പോൾ ഇതാണ് നമ്മളെ റോസ്റ്റർ ഫോം.